मैं नीतीश कुमार सत्यनिष्ठा से प्रतिज्ञान करता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। उनको भी ऐसा संशय आ रहा है कि ये हमारे हाथ से चले जाएगा, तो इसीलिए हम और आप मिलकर लड़ना है, लड़ेंगे। मैं फिर भी कोशिश करता हूं उनको अपने साथ रखने का। നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. എല്ലാ അഭ്യൂഹങ്ങളെയും അർത്ഥവത്താക്കിക്കൊണ്ട് നിതീഷ് കുമാർ 9ാം തവണയും ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 5ാം തവണയാണ് അദ്ദേഹത്തിന്റെ ഈ ദയാരഹിതമായ കാലുമാറ്റം. നിതീഷ് പോകുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഞെട്ടലുണ്ടാക്കുന്ന സംഗതിയാണെന്നത് നിസ്തർക്കം. കാരണം ഇന്ത്യ മുന്നണിയുടെ മുഖ്യ കർമ്മി അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ചർച്ചകളെല്ലാം. മുന്നണിയുടെ കൺവീനർ പദവിയിലേക്ക് പോലും നിതീഷ് കുമാറിന്റെ പേര് പരിഗണിക്കപ്പെട്ടതുമാണ്. അങ്ങനെ ഒരു നിതീഷ് കുമാർ, ബീഹാറിലെ അതികായൻ, അതിവേഗം ഇറങ്ങിപ്പോയി അമിത്ഷായുടെ പാളയത്തിൽ ചേരുന്നത് ഇന്ത്യ മുന്നണിക്ക് ഞെട്ടലുണ്ടാക്കിയേക്കും. നിതീഷിനെ പോലെ ഒരാൾ, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എപ്പോൾ വേണമെങ്കിലും മാറാവുന്ന ഒരാൾ, അങ്ങനെ ഒരാളെ ഏത് മുന്നണിക്ക്, ഏത് പാർട്ടിക്ക് വിശ്വസിക്കാൻ കഴിയും? BJP അദ്ദേഹത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാളെ നിതീഷിനെയും നിതീഷിന്റെ പാർട്ടിയെയും ആകെ തന്നെ വിഴുങ്ങിക്കളയാം എന്ന ആലോചനാ പദ്ധതിയുടെ ഭാഗമായി ആയിരിക്കുമോ അത്? നിതീഷ് ഇറങ്ങിപ്പോയത് കൊണ്ട് ബീഹാറിൽ മഹാസഖ്യത്തിന്റെ വേരുകൾ ഇല്ലാതായി പോകുമോ? ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഇപ്പോഴും തുടരുന്ന RJDക്ക് ഭരണം പിടിക്കാൻ കഴിയും വിധത്തിലുള്ള ജനവിശ്വാസം ആർജിക്കാൻ കഴിയുമോ? അനുദിനം കൂറുമാറുന്ന, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കൂറുമാറാം എന്ന തത്വദീക്ഷയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന നിതീഷിനെ ജനം ആ നിലയ്ക്ക് വകവയ്ക്കുമോ? കുറേയധികം ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, കാലുമാറുക വഴി നിതീഷ് ജയിക്കുകയാണോ, ആത്യന്തികമായി പരാജയത്തിലേക്ക് പോവുകയാണോ? ഇന്ത്യ സഖ്യത്തിന് അതുണ്ടാക്കുന്ന മുറിവ് എത്രയാണ്? BJPയുടെ മിഷൻ 400 ആണോ വിജയത്തിലേക്ക് ആദ്യത്തെ കാലുവെക്കുന്നത്? ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് അനിൽ ബോസ്, കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് S. ജയസൂര്യൻ BJPയിൽ നിന്ന്, മാധ്യമപ്രവർത്തകനായ ശ്രീ K. ഷാജി എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇതാ ഇറങ്ങിപ്പോയ നിതീഷ് കുമാർ വീണ്ടും നിങ്ങളുടെ സഖ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. പോവുക വരിക എന്നത് നിതീഷ് കുമാറിനെ സംബന്ധിച്ച് പൂ പറിക്കും പോലെ ലളിതമായ ഒരു കാര്യമാണ്. ഇപ്പോൾ നിതീഷിനൊപ്പം സർക്കാർ ഉണ്ടാക്കിയതിൻ്റെ സന്തോഷം നിങ്ങൾ പങ്കുവെക്കുന്നു. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇയാളെ? നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാലഘട്ടം അദ്ദേഹം ഏറ്റവും കംഫർട്ടബിളായിട്ട് യോജിച്ച് നിന്ന് പ്രവർത്തിച്ചത് NDAയുമായിട്ടാണ്. 16 വർഷക്കാലം NDAയുടെ ഒരു പ്രമുഖ ഘടകകക്ഷി എന്നുള്ള നിലയിൽ സോഷ്യലിസ്റ്റുകാരനായ അടിസ്ഥാനമുള്ള അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. എന്നാൽ അതിന് ശേഷമോ അതിനു മുൻപോ ഇതുപോലെ തന്നെ കംഫർട്ടബിളായിട്ടുള്ള, വിശ്വസിക്കാൻ കഴിയുന്ന മറ്റൊരു സഖ്യവും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല, അനുഭവിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം തിരികെ NDA സഖ്യത്തിലേക്ക് തന്നെ, BJPയെ തന്നെ ആശ്രയിക്കാൻ കാരണം. മാത്രമല്ല, ഭാരതത്തിലെ ഏറ്റവും പ്രാമുഖ്യമുള്ള, പരമ്പരാഗതമായി സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ അടിയുറച്ചു നിന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ അതിൻ്റെ നേതാവ്, ആ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഏറ്റവും ഭംഗിയായി നടപ്പാക്കുന്ന മറ്റേതൊരു പ്രസ്ഥാനത്തെയും കാണാത്തതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സോഷ്യലിസ്റ്റ് പാതയിൽ ഭംഗിയായി കാര്യങ്ങൾ നിർവഹിച്ചു എന്ന ബോധ്യം കൊണ്ടും കൂടി ആയിരിക്കാം അദ്ദേഹം BJPയിലേക്ക് തന്നെ, അതായത് NDAയിലേക്ക് തന്നെ തിരിച്ചു വരാൻ കാരണം. അല്ലെങ്കിൽ അദ്ദേഹം ആർക്കും അവസരം കൊടുക്കാത്തത് കൊണ്ടല്ല. അദ്ദേഹം കോൺഗ്രസിനോടൊപ്പം, അല്ലെങ്കിൽ മറ്റ് പാർട്ടികളോടൊപ്പം, അതുപോലെ തന്നെ പ്രാദേശിക പാർട്ടികളോടൊപ്പം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോടൊപ്പം എല്ലാവരോടും സഹകരിക്കാനും സഹകരിച്ച് നീങ്ങാനും ഒക്കെ തയ്യാറായിരുന്നു. പക്ഷേ അവരിൽ ആരുടെയും വിശ്വാസം ആർജിച്ചുകൊണ്ട് ഒരു നല്ല മുന്നണിയെ കെട്ടിപ്പടുക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായപ്പോഴല്ലേ അദ്ദേഹം വീണ്ടും തിരിച്ച് NDAയിലേക്ക് മടങ്ങിയത് എന്ന് നമ്മൾ ചിന്തിക്കുകയും. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വാസമുണ്ട് ഇദ്ദേഹത്തെ എന്നാണ് ചോദ്യം. 2 വർഷം മുൻപ് നിങ്ങളുടെ സഖ്യത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ബീഹാറിനെ നിയമലംഘനത്തിൻ്റെയും അഴിമതിയുടെയും അഗാധഗർത്തത്തിലേക്ക് തള്ളിയിടുന്ന സ്ഥിരം വഞ്ചകനാണ് ഇയാൾ. ഇതാണ് എക്സാക്റ്റ് BJPയുടെ പ്രതികരണം. സ്ഥിരം വഞ്ചകനാണ് ഇയാൾ. അപ്പോൾ കംഫർട്ടബിളായി ഞങ്ങളുടെ കൂടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് നിലപാട് സ്വീകരിച്ചതെന്ന് ഓർക്കണം. ഈ സ്ഥിരം വഞ്ചകനെ ഒപ്പം ചേർക്കുന്നത് സത്യത്തിൽ ഗുണമാകുമോ ഭാവിയിൽ? അതോ വഞ്ചകനെ മൊത്തത്തിൽ അങ്ങോട്ട് വിഴുങ്ങിക്കളയാം,
എന്ന മഹാരാഷ്ട്ര മോഡൽ ആലോചനയാണോ നിങ്ങൾക്കുള്ളതെന്ന് ചോദിക്കുക ഞാൻ. അല്ല, ഇതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ട്രെയിൻ യാത്രയാകുമ്പോൾ പല സ്റ്റേഷനിൽ നിന്നും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ധാരാളം യാത്രക്കാരുണ്ട്. BJPയുടെ സഖ്യകക്ഷികൾ പലരും അങ്ങനെയാണ്. ഇടയ്ക്ക് കയറും, ഇടയ്ക്ക് ഇറങ്ങും, വീണ്ടും കയറും, വീണ്ടും ഇറങ്ങും, അങ്ങനെ കയറിക്കൊണ്ടിരിക്കും. പക്ഷേ ട്രെയിൻ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ താങ്കൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, അതായത് വിഴുങ്ങിക്കളയുമോ എന്നുള്ളത്, വളരെ വ്യക്തമായി ഞാൻ പറയാം. നദികളെല്ലാം ഒഴുകുന്നത് ഓരോ വ്യത്യസ്തമായ പേരുകളിലാണെങ്കിലും സമുദ്രത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ സമുദ്രം എന്നൊരൊറ്റ പേരേ ഉള്ളൂ. ആ ലക്ഷ്യത്തിലേക്കാണ് ഇവരെല്ലാം ഒഴുകുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് സർക്കാർ ട്രെയിൻ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു പറഞ്ഞാൽ നിങ്ങളുടെ ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2 വർഷം മുമ്പ് ആ ട്രെയിനിന് ചങ്ങല വലിച്ചിട്ടാണ് നിതീഷ് കുമാർ ഇറങ്ങിപ്പോകുന്നത്. പിന്നെ ട്രെയിൻ നീങ്ങിയില്ലോ, നിങ്ങളുടെ സർക്കാർ വീണില്ലേ. പിന്നെ ട്രെയിൻ നീക്കിയത് RJDയും JDയും കൂടെയായിട്ടാണ്. നിങ്ങൾക്ക് ട്രെയിൻ ഉണ്ടായിരുന്നില്ല ബീഹാറിൽ. ഇപ്പോൾ വീണ്ടും നിങ്ങളുടെ ട്രെയിൻ ഓടിക്കാൻ നിതീഷ് കുമാർ വന്നിരിക്കുകയാണ്. എത്ര കാലം നിതീഷിനെ കൂട്ടി നിങ്ങൾ ഇതിന് കൽക്കരി കത്തിച്ച് ഓടിക്കും എന്നാണ് ചോദിക്കുന്നത്. എത്ര കാലം വേണേലും ഓടിക്കാം എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഈ തിരിച്ചു വരവിൽ നിന്നും വ്യക്തമായിരിക്കുന്നത്. കാരണം ഞാൻ ഉദ്ദേശിച്ചത് ബീഹാറിൻ്റെ കാര്യമല്ല, ഭാരതത്തിൻ്റെ കാര്യമാണ്. ഭാരതത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ ഇതുപോലെ ഓരോ സംസ്ഥാനങ്ങൾ BJPയിലേക്ക് വന്ന് കയറുകയും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഭാരതത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തവും വ്യക്തവുമായ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൽ ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ ടേൺ അദ്ദേഹം ചെയ്യുന്നു. അദ്ദേഹം ഇനിയും പോയെന്ന് വരാം, വീണ്ടും തിരിച്ചു വരാൻ വേണ്ടി. അതൊക്കെ അദ്ദേഹത്തിന്റെ താല്പര്യം. അതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് പോകുന്ന പോക്കിൽ ആരെയൊക്കെ എപ്പോഴൊക്കെ കൂട്ടാമോ അവരെ കൂട്ടുക, പോകുമ്പോൾ പോട്ടെ, വരുമ്പോൾ വരട്ടെ. അങ്ങനെ ധാർമ്മികതയുടെ അളവുകോലൊന്നും എടുത്തു വെച്ചിട്ട് എത്ര കാലം നമുക്കൊപ്പം ഉണ്ടാവും എന്നുള്ള പരിശോധനയും നടത്തിയിട്ട് അങ്ങനെ വിശ്വാസത്തിൻ്റെ ഒരു മാനദണ്ഡ പരിശോധനയൊന്നും ഇതിനകത്തില്ല. ആരെ കൂട്ടിയിട്ടാണോ പോകാൻ കഴിയുക അവരെ കൂട്ടുക, അവർ പോകുമ്പോൾ പോട്ടെ, അതാണ് ലൈൻ. ആരാണോ BJPയെ അംഗീകരിച്ചുകൊണ്ട് വരുന്നത് അവരെ കൂട്ടുക. അതിൽ BJPക്ക് അസ്പൃശ്യരെന്ന് മാറ്റി നിർത്തപ്പെട്ടവരൊഴികെ ആര് ഏത് സമയത്ത് വന്നാലും അവരെ സ്വീകരിക്കാൻ BJP തയ്യാറാണ്. കാരണം ഇത് രാഷ്ട്രീയമാണ്. ഇവിടെ വാശിയുടെ വൈരാഗ്യത്തിൻ്റെ ഒറ്റ കാര്യമൊന്നുമില്ല. അവർക്ക് BJPയുടെ നയം അംഗീകരിക്കാൻ തയ്യാറായി. ഏത് രാഷ്ട്രീയ പാർട്ടികൾ ഏത് സമയത്ത് വരുന്നോ BJPയെയും BJPയുടെ നയത്തെയും അംഗീകരിക്കുന്നവർ, NDAയുടെ സംവിധാനത്തെ അംഗീകരിക്കുന്നവർക്ക് എപ്പോഴും സ്വാഗതം എന്നുള്ളതാണ് NDAയുടെ നയം, BJPയുടെയും നയം. അല്ലേ, ഞാൻ ചോദിക്കുന്നത് ജയസൂര്യൻ നോക്കൂ, അപ്പുറത്ത് പോവുകയും അവിടെ ഒരു വലിയ പ്രതിപക്ഷ സഖ്യം ഉണ്ടാക്കാൻ ഇനീഷ്യേറ്റീവ് എടുക്കുകയും ചെയ്ത ആളാണ് നിതീഷ് കുമാർ. അവിടെ നിന്ന് അദ്ദേഹം വളരെ പെട്ടെന്ന് ഇറങ്ങി നിങ്ങളുടെ കൂടെ കൂടുകയാണ്. ആ അപ്പുറത്ത് വലിയ കാലുഷ്യമൊന്നും കാണുന്നില്ല, അവിടെ ഒന്നും ശരിയാകുന്നില്ല എന്ന ഒരു വാചകമേ നിതീഷിൻ്റെ പാർട്ടിയും നിതീഷും പറയുന്നുള്ളൂ. വേറെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷനും ഉന്നയിക്കാൻ പോലും അവിടെ ഇല്ല. അപ്പോൾ അതിനിടയ്ക്ക് നടക്കുന്ന ഈ ചിന്ത എന്തടിസ്ഥാനത്തിലായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഞങ്ങൾക്ക് തോന്നുന്നത് ഒരു ബദൽ രാഷ്ട്രീയം കെട്ടിപ്പടുക്കാൻ കോൺഗ്രസ്സിന് താല്പര്യമേയില്ല. അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ഈ എലക്ഷൻ വന്ന് മൂക്കത്ത് കയറിയപ്പോൾ സീറ്റ് ചർച്ചകൾ ചൂട് പിടിക്കുമ്പോൾ ഭാരത് യാത്രയാണ്, ജോഡോ യാത്രയാണ്, ന്യായയാത്രയാണെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമോ? അപ്പോൾ ആ ഒരു കോമൺ സെൻസ് ഇല്ലാത്ത നേതൃത്വം കോൺഗ്രസിനെ ഭരിക്കുമ്പോൾ കോൺഗ്രസിനെ വിശ്വസിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും? ഇപ്പോൾ ഇത് നിതീഷിന്റെ മാത്രം കാര്യമല്ലല്ലോ. മമതാ ബാനർജി ആണെങ്കിലും ആം ആദ്മി പാർട്ടി ആണെങ്കിലും അവരെല്ലാവരും ഈ നിലപാടെടുത്തില്ലേ? പക്ഷേ മമതാ ബാനർജിക്ക് നിലപാടുണ്ട്, ആം ആദ്മി പാർട്ടിക്ക് നിലപാടുണ്ട്. പക്ഷെ അവരാരും നേരെ BJP സഖ്യത്തിൽ ചേർന്നില്ലല്ലോ. അവർക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അവർ വേറെ വഴി തേടുകയാണല്ല, അതിന്റെ ഭാഗത്ത് BJPയിൽ പോകല്ല. അപ്പൊ ഇദ്ദേഹം BJPയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞാൻ ചോദിക്കുന്നത്, പ്രധാനമന്ത്രി മോഹം നിതീഷ് കുമാറിന്റെ ഇപ്പോഴത്തെയും അടങ്ങാത്ത മോഹമാണ്. അന്ന് നരേന്ദ്രമോദി BJPയുടെ തലപ്പത്തേക്ക് വന്ന് പ്രധാനമന്ത്രിയാകുമ്പോൾ തനിക്കിനി സാധ്യതകൾ ബാക്കിയില്ല എന്ന് പറഞ്ഞ് മതനിരപേക്ഷ മുഖമുള്ളവർ NDAയുടെ തലപ്പത്ത് വരണം എന്ന ന്യായം പറഞ്ഞ് ഇറങ്ങിപ്പോയ ആളാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി മോഹമാണ്. ഇപ്പോൾ അദ്ദേഹം ആലോചിച്ചത് അപ്പുറത്ത് പോയൊരു സഖ്യം ഉണ്ടാക്കി അതിൻ്റെ തലപ്പത്തായി പ്രധാനമന്ത്രിയാകാൻ കഴിയുമോ എന്ന് ആലോചിച്ചു. അവിടെ അതിന് സാധ്യത കുറവാണ്, അവിടെ പലതരത്തിലുള്ള ക്ലെയിമുകളുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ഇനിയിപ്പോൾ അതിന് സാധ്യതയില്ലെങ്കിൽ പിന്നെ തിരിച്ച് BJPയുടെ ഒപ്പം പോയേക്കാം. കേവലമായ അധികാരമോഹം മാത്രമുള്ള ഒരാൾ, അയാൾക്കൊരു തത്വദീക്ഷയുമില്ല, അയാൾക്കൊരു പ്രസ്ഥാനത്തോടും ഒരു പ്രത്യയശാസ്ത്രത്തോടും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. അത് അമിത്ഷായോടും മോദിയോടും പോലും ഇല്ല. അല്ല, അങ്ങനെ ഒരാളെ ചേർക്കുമ്പോൾ ഉള്ള നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി, നിങ്ങൾ കാണുന്ന ഒരു ഭാവി എന്താണെന്നായിരുന്നു ഞാൻ ചോദിക്കുന്ന കാര്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാരമ്പര്യം നോക്കൂ. ഞങ്ങൾ മാത്രമല്ലല്ലോ അദ്ദേഹത്തെ അംഗീകരിച്ചത്.
അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ഭൂരിപക്ഷമുണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതെ ബാക്കി എല്ലാവരും അംഗീകരിച്ചില്ലേ? അദ്ദേഹം 9 തവണ മുഖ്യമന്ത്രിയായെന്ന് പറയുമ്പോൾ സ്വന്തം പാർട്ടിയുടെ ബലത്തിലല്ലല്ലോ 9 തവണയും മുഖ്യമന്ത്രിയായത്. അപ്പോൾ ഇന്ന് പ്രതിപക്ഷത്തുള്ളവരുടെ എല്ലാം പിന്തുണയോടുകൂടി അതുപോലെ തന്നെ ലാലു പ്രസാദിൻ്റെ, കോൺഗ്രസിൻ്റെ, അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒക്കെ പിന്തുണയോടുകൂടി അദ്ദേഹം ഭരിച്ചില്ലേ? അപ്പോൾ അവരെല്ലാം അദ്ദേഹത്തെ അംഗീകരിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിൽ എന്തോ ഗുണമുണ്ടല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അടിയുറച്ച ഒരു സോഷ്യലിസ്റ്റ് എന്നുള്ള നിലയിൽ, പാവങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഉള്ള ജനസമ്മതിയും അദ്ദേഹത്തിൻ്റെ ആ ആദർശത്തോടുള്ള പ്രതിബദ്ധതയും അദ്ദേഹം എവിടെയാണെങ്കിലും കാത്തു സൂക്ഷിക്കുമെന്നുള്ളത് കൊണ്ടാണല്ലോ കോൺഗ്രസോ CPM ഓ ലാലു പ്രസാദോ എന്ന് നോക്കാതെ എല്ലാവരും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത്. അതുപോലെ തന്നെ BJPയും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുന്നു. അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം 16 വർഷക്കാലം BJPയോടൊപ്പമായിരുന്നു. അപ്പോൾ നിതീഷ് കുമാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നിലനിൽക്കുന്നതായ നിലപാടുകൾ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ജനങ്ങളും അദ്ദേഹത്തെ തള്ളിക്കളയാത്തത്. അല്ലെങ്കിൽ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി നോക്കണം. BJP വിരുദ്ധ ചേരിയുടെ കണക്കെടുത്താൽ സിംഗിൾ ലാർജസ്റ്റ് കക്ഷി തേജസ്വി യാദവിന്റെ കക്ഷിയാണ്. അതെ, എന്നിട്ട് പോലും ആ തേജസ്വി യാദവിന്റെ കക്ഷി ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ തയ്യാറായി. ഇനി അദ്ദേഹത്തിന്റെ പാർട്ടിയെ ഒന്ന് പിളർത്താൻ നോക്കിയിട്ട് അതും സാധിക്കുന്നില്ല. നിതീഷിന് അധികാരം കിട്ടിയാലേ അദ്ദേഹം നിൽക്കൂ. നിങ്ങൾക്ക് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം എന്താ പറഞ്ഞത്, ന്യൂനപക്ഷ പാർട്ടിയായിട്ടും? അല്ലെങ്കിൽ അദ്ദേഹത്തെ കിട്ടില്ല. BJPയുടെ ഒരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കിയിട്ട് നിതീഷ് പിന്തുണയ്ക്കും തോന്നുന്നുണ്ടോ? നിതീഷിന് മുഖ്യമന്ത്രി, നിതീഷിന് പ്രധാനമന്ത്രി. അതല്ലാത്ത ഒരു കളിക്കും അദ്ദേഹത്തെ നോക്കണ്ട. സോറി. അദ്ദേഹത്തിന്റെ നിലപാട് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. BJPക്ക് BJPയുടേതായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്, ഇതിന്റെ മുന്നിലുമുണ്ട്, ഇതിനോടൊപ്പവുമുണ്ട്. ബീഹാർ മാത്രമല്ലല്ലോ, BJPയുടെ വലിയ ലക്ഷ്യങ്ങളുണ്ട്. അത് നിതീഷ് കുമാറിനെ ആദരിച്ചിരുത്തുക എന്നതല്ല BJPയുടെ ലക്ഷ്യം എന്നറിയാത്തവരായി ആരും ഉണ്ടാവില്ല രാഷ്ട്രീയ വിദ്യാർത്ഥികൾ. അല്ല, ശ്രീ അനിൽ ബോസ്, നിങ്ങളുടെ ഇന്ത്യ സഖ്യം അസാധാരണമായ ഒരു ചരിത്ര സന്ദർഭമായി മാറുമെന്ന് വിചാരിക്കപ്പെട്ടിരുന്നു. പക്ഷേ ആകെപ്പാടെ അതിൽ ഉലച്ചിലുകളുടെയും നഷ്ടങ്ങളുടെയും ദിവസങ്ങളാണ് കാണുന്നത്. സത്യത്തിൽ അതിനകത്തൊരു കാർമ്മികത്വത്തിൻ്റെ റോൾ എടുക്കേണ്ടിയിരുന്ന കോൺഗ്രസിന് കാര്യങ്ങൾ നന്നായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ലേ? അത് പറഞ്ഞിട്ടാണ് നിതീഷ് പോലും പോകുന്നത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ നടപടിക്രമങ്ങളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 9.25 വർഷമായി ഞങ്ങൾ ഇന്ത്യയിൽ അധികാരത്തിലില്ല. ദേശീയ തലത്തിൽ അധികാരത്തിലില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി തിരിച്ചുവരവിന് വേണ്ടിയുള്ള ഒരു വലിയ പ്രവർത്തന പ്രക്രിയ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. നിങ്ങൾ പറയുന്നത് നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവോ അദ്ദേഹത്തിന്റെ ഒരു പാർട്ടിയോ വിട്ടുപോയാൽ ഉടൻ തന്നെ കോൺഗ്രസിന് എന്തോ അപജയം സംഭവിച്ചു, കോൺഗ്രസിന് ഗൌരവമില്ല, കോൺഗ്രസിന് പാളിച്ച പറ്റി, അല്ലെ കോൺഗ്രസിന്റെ കൂടെ ആളുകളില്ല, ഇങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പല മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിനു മുമ്പും ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ടാണ് ഇതിന്റെ ഭാഗമാകുന്നത്. പക്ഷെ ഒന്ന് നിങ്ങൾ ഓർക്കുക, ഞങ്ങൾ ഒരു വർഷം മുമ്പ് 2023 സെപ്റ്റംബർ 7-ാം തീയതി രാജ്യത്തെ മാധ്യമങ്ങൾ ഞങ്ങളുടെ നയങ്ങളും സമീപനങ്ങളും മൂടിവെക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങളുടെ ആശയങ്ങൾ എത്തുന്നില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് സൈബർ ഇടങ്ങളിലും പൊതുവേദികളിലും ഭരണകൂടത്തിന്റെ സ്വാധീനത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന കഥകളും ഉപകഥകളുമായി അരങ്ങ് തകർത്ത് ഇന്ത്യൻ ഭരണകൂടം, സംഘപരിവാർ ശക്തികൾ അരങ്ങ് തകർത്താടുമ്പോൾ ഞങ്ങളങ്ങ് നിരത്തിലേക്ക് ഇറങ്ങിയായിരുന്നു. നിരത്തിലേക്ക് ഇറങ്ങി ജനങ്ങളോട് ഞങ്ങൾ സംവദിച്ചു. ആ ജനങ്ങളോട് സംവദിച്ചാണ് ഞങ്ങൾ തുടങ്ങുന്നത്. ഞങ്ങൾ തുടങ്ങുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒറ്റയ്ക്കായിരുന്നു ഞങ്ങൾ തുടങ്ങിയത്. കന്യാകുമാരിയിൽ നിന്ന് ഞങ്ങളുടെ യാത്ര ജനങ്ങളുടെ അടുത്തേക്ക്. ആ യാത്ര 5 മാസക്കാലം 180 ദിവസം 4080 കിലോമീറ്റർ ഞങ്ങൾ നടന്നു നീങ്ങി ആളുകളോട് ആശയവിനിമയം നടത്തിയപ്പോൾ ഇവിടുത്തെ കോർപ്പറേറ്റ് മാധ്യമങ്ങളെ അതിജീവിക്കാൻ കഴിഞ്ഞു. ഇവിടുത്തെ ഭരണകൂടം കെട്ടിച്ചമച്ച കഥകളെ ഞങ്ങൾക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ ഉയർത്തുന്ന ഒരു വലിയ രാഷ്ട്രീയം രാജ്യം ചർച്ച ചെയ്തു. തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ല ഞാൻ പറയുന്നത്. ഒരു പോസിറ്റീവ് രാഷ്ട്രീയം രാജ്യം ചർച്ച ചെയ്തു തുടങ്ങി. രണ്ടാമത് ഇപ്പോൾ പറഞ്ഞു, ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞു, ബോധമുള്ള ആരെങ്കിലും ചെയ്യുമോ? തീർച്ചയായിട്ടും ബോധമുള്ള ആളുകൾ തന്നെയാണ് ചെയ്യുന്നത്.
ഇന്ത്യയുടെ വടക്ക് കിഴക്ക് രാശിയിൽ നിന്നും മണിപ്പൂരിൽ നിന്നും 6700 കിലോമീറ്റർ താണ്ടി വംശീയ വെറിയുടെ പേരിൽ അറുങ്കൊലകൾ നടക്കുന്ന ഒരു മണ്ണിൽ നിന്ന് സ്നേഹത്തിന്റെ സാന്ത്വനമുയർത്തിക്കൊണ്ട് രാജ്യത്ത് നീതി കിട്ടും വരെയുള്ള ഒരു പോരാട്ടത്തിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചു. നാഗാലാൻഡ് കഴിഞ്ഞു, ആസാം കഴിഞ്ഞു, ഇപ്പോൾ അരുണാചലും കഴിഞ്ഞു, ഞങ്ങൾ ബംഗാളിലെത്തി നിൽക്കുന്ന സന്ദർഭമാണ്. ഇനിയും ഈ യാത്ര തുടരും. നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളൊരു പാർട്ടി, ഒരു നേതാവ് ഒറ്റയ്ക്ക് നടന്നു തുടങ്ങി ലക്ഷോപലക്ഷം ആളുകൾ അതിൽ അണിചേർന്ന് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം രാജ്യം ഏറ്റെടുത്ത് ചർച്ച ചെയ്യുമ്പോൾ, ഞങ്ങളുടെ ആദ്യഘട്ടത്തിലെ യാത്ര പൂർത്തിയാകുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് തുടങ്ങിയ യാത്രയിൽ ഞങ്ങളോടൊപ്പം അണിചേരാൻ ഇന്ത്യയിലെ 11 രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടായിരുന്നു. 11 രാഷ്ട്രീയ കക്ഷികളുണ്ടായിരുന്നു. രാജ്യത്തെ പ്രഗത്ഭന്മാരായ പോരാളികൾ, കോൺഗ്രസുകാരല്ലാത്ത ഒരുപാട് പേർ അതിൽ അണിചേർന്നു. ഇപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ യാത്ര തുടങ്ങുമ്പോൾ 26 പാർട്ടി ഞങ്ങളോടൊപ്പമുണ്ട്. സീറോയിൽ നിന്നാണ് ഞങ്ങളുടെ വരവ്. ഞങ്ങൾ വളരെ മൈനസിൽ നിന്നാണ് ഞങ്ങളുടെ വരവ്. 10 വർഷക്കാലം അധികാരത്തിൽ ഇല്ലാത്ത ഇടത്തുനിന്നുമാണ് വരുന്നത്. ഒരു ഡിക്റ്റേറ്റർഷിപ്പിനെതിരെ, നീതി നിഷേധത്തിനെതിരെയുള്ള പോരാട്ടത്തിന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഇന്ന് 26 പാർട്ടികൾ ഞങ്ങളോടൊപ്പമുണ്ട്. ഒരു പാർട്ടി അല്ല, അനിൽ ബോസ്, നിങ്ങളൊരു വലിയ പൊളിറ്റിക്കൽ ഡെമോൺസ്ട്രേഷൻ നടത്തുകയാണ്, റാലി നടത്തുകയാണ്, അതിന്റെ കൂടെ ആളുകളെ കൊണ്ടുപോകാന്നുള്ള വലിയ പ്രയാസമുള്ള കാര്യമല്ല. ബൈ ഡിഫോൾട്ട് നിങ്ങളുടെ കൂടെയുള്ള കക്ഷികളുണ്ട്, അതിന്റെ കൂടെ കുറെ ചെറിയ കക്ഷികൾ ഇപ്പോൾ ഉണ്ട്. അതിനപ്പുറം ഒരു തെരഞ്ഞെടുപ്പ് സഖ്യം, വിശാലമായ തെരഞ്ഞെടുപ്പ് സഖ്യം എന്ന് വെച്ചാൽ അതിലെങ്ങനെയാണ് ഓരോ സംസ്ഥാനത്തും സീറ്റ് വിഭജനം നടത്തുക, ഓരോ ഇടത്തും എങ്ങനെയാണ് ധാരണകൾ ഉണ്ടാക്കുക എന്നത് വളരെ മർമ്മപ്രധാനമായ സംഗതിയാണല്ലോ ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ. മറ്റേത് നിങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ വ്യായാമങ്ങളാണ്. അതിനപ്പുറം ഇലക്ട്രൽ പൊളിറ്റിക്സിൽ വിവിധ കക്ഷികളുടെ താല്പര്യത്തെ സംയോജിപ്പിച്ച് കൊണ്ടുപോവുക എന്ന കലയിൽ നിങ്ങൾക്ക് എന്തുമാത്രം അഡ്വാൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, എന്തുമാത്രം കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ചോദ്യം എവിടെ നിൽക്കുകയല്ലേ? ആ ന്യായം പറഞ്ഞിട്ടാണ് നിതീഷ് പോകുന്നതെന്ന് പറയാൻ ഞാൻ. തീർച്ചയായിട്ടും അല്ല, നിതീഷിന് ന്യായം പലതും പറയാന്നേ. നിതീഷിന് പറയുന്നതിന് എന്താ കുഴപ്പം? നിതീഷിനെ സംബന്ധിച്ചിടത്തോളം നിതീഷിന്റെ മോഹങ്ങൾ സാക്ഷാത്കരിക്കില്ല എന്ന് തോന്നുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ പോളിസികൾ പറയാം. ഇവിടെ പറഞ്ഞ കേട്ടില്ലേ നിങ്ങൾ? ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നവരെ ഞങ്ങൾ സ്വീകരിക്കും. അങ്ങനെയല്ലല്ലോ അമിത്ഷാ പറഞ്ഞത്. ഈ നിതീഷ് കുമാറിനെ കുറിച്ച് അമിത്ഷാ പറഞ്ഞത് ഫയലായി നിങ്ങളുടെ കയ്യിൽ കാണില്ലേ? ഈ പഠിക്കാത്ത കേട്ടില്ല എന്ന് പറഞ്ഞതാരാ? ഇവിടെ ബിജെപി പ്രതിനിധി പറഞ്ഞതുപോലെ ഒന്നും അല്ലല്ലോ അമിത്ഷാ പറഞ്ഞു. അപ്പൊ അതവിടെ നിൽക്കട്ടെ, അത് വേറെ രാഷ്ട്രീയം. ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയ യാത്രയിൽ കെട്ടിപ്പടുത്തതാണ് ഇന്ത്യ സഖ്യം. ആ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ആ സംവിധാനത്തിലേക്ക് വരുന്ന എല്ലാ പാർട്ടികളും കോൺഗ്രസുമായി യോജിച്ചു പോകുന്ന പ്രത്യയശാസ്ത്രമോ നയമോ സമീപനമോ ഉള്ള പാർട്ടികളുമല്ല, നേതാക്കളുമല്ല. ഞങ്ങളൊരു മുന്നണി സംവിധാനം രൂപപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ ഒരു വ്യക്തിയോ ഒരു പാർട്ടിയോ പോകുന്നു എന്നതുകൊണ്ട് ഞങ്ങൾ ഉയർത്തിയ ആശയം പുറകോട്ട് പോകുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, അരവിന്ദ് കെജ്രിവാൾ ഇന്ന് പറഞ്ഞെന്താ? ഹരിയാനയിൽ ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടേതായ പൊസിഷൻ തെളിയിക്കാൻ മത്സരിക്കും. പക്ഷേ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇന്ത്യ സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ഞങ്ങൾ ഡൽഹിയിൽ ഞങ്ങൾ സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ CPM ഞങ്ങളും കൂടി മുഖാമുഖം മത്സരിക്കുകയല്ലേ? ദേശീയ തലത്തിൽ ഞങ്ങൾ സഖ്യമല്ലേ? മമത, അവിടുത്തെ സീറ്റ് ഷെയറിംഗുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഡിബേറ്റ് ഉണ്ടെന്നേ. കോൺഗ്രസ് പാർട്ടിക്ക് കൂടുതൽ സീറ്റ് കിട്ടണമെന്ന് കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കും. അവിടെ ഞങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് മറ്റു കക്ഷികൾ ഞങ്ങളോട് സീറ്റ് ഡിമാൻഡ് ചെയ്യും. അതൊക്കെ സ്വാഭാവികമല്ലേ ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ? ഇലക്ട്രൽ പൊളിറ്റിക്സിൽ എന്ത് വേണമെന്നൊക്കെ വളരെ കൃത്യമായി കോൺഗ്രസ് പാർട്ടിക്ക് അറിയാം, വളരെ കൃത്യമായിട്ട് അറിയാം. പിന്നെ നിതീഷ് കുമാർ എടുത്തുചാടി മുന്നണിയുടെ ചെയർമാനാകാൻ ശ്രമിക്കുമ്പോഴും മുന്നണിയുടെ കൺവീനറാക്കാൻ ശ്രമിക്കുമ്പോഴും രാജ്യത്ത് കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിൽ പകുതിയോളം സീറ്റുകൾ ഞങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ അത്രയും വലിയ വിട്ടുവീഴ്ച സമീപനം സ്വീകരിക്കുന്ന ഞങ്ങൾക്കൊരു കൺവീനർ സ്ഥാനമൊന്നും വലിയ പ്രശ്നമല്ലെന്ന്. അങ്ങനൊന്നും പോർട്ട്ഫോളിയോ പൊളിറ്റിക്സ് നോക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളല്ല രാഹുൽ ഗാന്ധിയോ മറ്റു നേതാക്കളോ. നിങ്ങളത് വളരെ കൃത്യമായി ഞാൻ പറയുന്ന കാര്യം കുറിച്ചു വെച്ചു. അപ്പൊ അതുകൊണ്ടൊരു കൺവീനർ, മുന്നണി ചെയർമാൻ എന്ന് പറയുന്നൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സബ്ജക്ട് ഓഫ് മാറ്റർ അല്ല. പക്ഷെ എന്തുകൊണ്ട് നിതീഷ് കുമാറിന് അത് കിട്ടിയില്ല എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിലേക്ക് ഒരു തീരുമാനം എന്തുകൊണ്ട് എടുക്കാൻ വൈകിയെന്ന് ചോദിച്ചാൽ, അനിൽ ബോസിന്റെ ഫ്രെയിം ഒന്ന് ഫ്രീസായി, ഞാനൊന്ന് വരാമേ. പക്ഷെ കെ ഷാജി, നോക്കൂ, ഇവിടെ നിതീഷ് കുമാർ ഇന്ത്യ സഖ്യം ഉണ്ടാക്കാൻ മുന്നിൽ നിന്ന ആളാണ്, ബീഹാറിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ്. ആ നിതീഷ് കുമാർ ഇറങ്ങിപ്പോവുക എന്നത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച്, അതിന് ജനങ്ങൾക്കിടയിൽ നിശ്ചയമായും ഉണ്ടാകേണ്ട വിശ്വാസ്യതയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷെ ഇവിടെ നോക്കുക, ഇന്നത്തെ ദിവസം ജയറാം രമേശ് പറഞ്ഞ ഒരു കാര്യം, അതായത് നിറം മാറുന്നതിൽ ഓന്തിനെ തോൽപ്പിക്കുന്ന കഴിവുള്ള ഒരാളാണ് നിതീഷ് കുമാർ. അപ്പം ഇത് നമ്മൾ
കേരളത്തിൻ്റെ ഇന്ത്യയുടെ രാഷ്ട്രീയം അടിസ്ഥാനപരമായ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ആളുകൾക്ക്, രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ നിറം മാറുന്നതിൽ എന്നെ അതിശയപ്പെടുത്തിയ ഒരു കാര്യം, ഇങ്ങനെ ഇപ്പോൾ അധികാരം പിടിച്ചെടുത്തു, അതായത് ഇതിന് ശരിക്കും പറഞ്ഞാൽ പങ്കാളിയെ മാറുക എന്ന് പറയുന്ന ഒരു പദ്ധതിയാണെന്നാണ് ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ പറയുന്നത്. കാരണം രാവിലെ ഒരു പങ്കാളി, വൈകുന്നേരമായപ്പോൾ വേറൊരു പങ്കാളിയായി. പക്ഷെ എന്തുകൊണ്ട് മാറി എന്നുള്ളത് പോലും അദ്ദേഹം കൃത്യമായി പറയുന്നില്ല. ഒരൊറ്റ വാക്കിൽ വിശദീകരിച്ച് ജനങ്ങളോട് തൻ്റെ മാറ്റത്തിൻ്റെ കാരണം പോലും പറയാതെ മാറിപ്പോകുന്ന ഒരാളായിട്ട്, അന്തർമുഖനായി മാറിപ്പോകുന്ന ഒരാളായിട്ടാണ് നിതീഷ് കുമാറിനെ നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് വേറൊരു കാര്യമുണ്ട്, ഈ നിതീഷ് കുമാർ ഒറ്റപ്പെട്ട ഒരു പ്രതിഭാസമല്ല. കാരണം ഇന്ത്യയിൽ ഈ സോഷ്യലിസ്റ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ, കാരണം ഇവരെ വിളിക്കുന്ന അർത്ഥത്തിൽ സോഷ്യലിസം തന്നെ, ആ വാക്ക് തന്നെ വലിയ തോതിൽ അപമാനിക്കപ്പെടുന്നു എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുക, എല്ലാ കാലത്തും ജയപ്രകാശ് നാരായണൻ്റെ കാലത്തായാലും രാം മനോഹർ ലോഹ്യ ആയാലും പിൽക്കാലത്ത് VP സിംഗും അതുപോലെ ജോർജ് ഫെർണാണ്ടസും അതുപോലെ ശരത് യാദവും എല്ലാം വന്ന സമയത്ത്, ഈവൻ ഉത്തർപ്രദേശിലെ മുലായം സിംഗ് യാദവ് പോലും ഈ സോഷ്യലിസ്റ്റ് ചേരി എല്ലാ കാലത്തും ഒരു കോൺഗ്രസ് വിരുദ്ധമായിരുന്നു. ഒപ്പം തന്നെ അവർ ഇന്ത്യയിലെ മതനിരപേക്ഷത എവിടെയെല്ലാം പ്രതിസന്ധിയിൽ എത്തിയിട്ടുണ്ടോ ആ ഘട്ടത്തിലെല്ലാം കൃത്യമായി വർഗീയവാദികൾക്ക്, ഹിന്ദുത്വ ശക്തികൾക്ക് കുടപിടിച്ചു കൊടുക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. ചരിത്രം അങ്ങനെ തന്നെയാണ് വെളിവാക്കുന്നത്. കാരണം അടിയന്തരാവസ്ഥയിലൊക്കെ വീരയോദ്ധാവായിരുന്ന ജോർജ് ഫെർണാണ്ടസിനെ നമ്മൾ പിന്നീട് കാണുന്നത് BJPയുടെ വളരെ വിനീതനായ, വിധേയനായ ഒരു ദാസനായിട്ടാണ്. അതുപോലെ രാജ്യത്തിന് വളരെ നിർണായകമായൊരു ഘട്ടത്തിൽ ഇന്ത്യയുടെ മതനിരപേക്ഷ പ്രസ്ഥാനം എല്ലാം കൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം ഏൽപ്പിച്ച ദേവഗൗഡ, അദ്ദേഹത്തിൻ്റെ പാർട്ടി കേരളത്തിൽ അടുത്ത വർഷ മുന്നണിയുടെ ഭാഗമായിരുന്നു. മറ്റു പല സംസ്ഥാനങ്ങൾ, കർണാടകയിൽ കോൺഗ്രസുമായിട്ട് പലവട്ടം സഖ്യം ഉണ്ടാക്കിയ ആളുകളാണ്. ഇപ്പം അവസാനം വന്നപ്പോൾ ഗൗഡയും മകനും കൂടിയുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടി BJPക്ക് പൂർണ്ണമായി സറണ്ടർ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഈ സോഷ്യലിസ്റ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ അങ്ങേയറ്റം അവസരവാദികളും അധികാരമോഹികളും പണത്തിനും അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ജീവിക്കുന്ന VKൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭക്ഷണപ്രിയരായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു തീർത്തും സ്വാർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളാണ്. അവ കൃത്യമായ രാഷ്ട്രീയമില്ല, കൃത്യമായ നിലപാടില്ല. ബാബറി മസ്ജിദ് പൊളിച്ച സമയത്താകട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ മതേതരത്വവും ബഹുസ്വരതയും ഭീഷണി നേരിട്ട സന്ദർഭങ്ങളിലാകട്ടെ, അന്നെല്ലാം ഒരു നിലപാടുമില്ലാതെ BJPയുടെ കൂടെ നിന്ന ആളുകളാണ്. ഇപ്പം നേരത്തെ BJPയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ ഒരുപാട് BJPയുടെ മന്ത്രിസഭകൾ അംഗമായിരുന്നു നിതീഷ് കുമാർ. റെയിൽവേ വകുപ്പ് ഭരിച്ചിട്ടുണ്ട്, കൃഷി വകുപ്പ് ഭരിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ കംഫർട്ടബിളായിട്ട് അവിടെ കൂടെ നിന്നയാളാണ്. ഇന്ത്യയിലെ വലതുപക്ഷ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നു ബീഹാറിലെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണെന്ന് പറയുന്നു. എന്താണ് ക്ലീൻ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അത് ഡിസ്പ്യൂട്ടബിളാണ്. മറുവശത്ത് നമ്മൾ നോക്കുക, അഴിമതി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഖ്യമായിട്ടുള്ള സംഭവമാണ്. ഒരു നല്ലൊരു പങ്ക് എല്ലാ രാഷ്ട്രീയത്തിലും മുന്നണികൾക്കും അതീതമായിട്ട് പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും അഴിമതിയുണ്ട്. പക്ഷേ ആ അഴിമതി മാറ്റി നിർത്തിയാൽ ലാലു പ്രസാദ് യാദവിൻ്റെ ജനതാദൾ മാത്രമാണ് ഇന്ത്യയിലെ പഴയ ജനതാ പരിവാറിൽ BJPയുമായി ഒരു കാലത്തും ഒരു തരത്തിലുള്ള സഖ്യം ഉണ്ടാക്കാത്തത്. അതൊരു വസ്തുതയാണ്. ഇന്ന് ഈ നിതീഷ് കുമാർ പോയതുപോലെ സംഘപരിവാർ പാളയത്തിലേക്ക് ലാലു പ്രസാദ് യാദവ് അദ്ദേഹത്തിൻ്റെ മക്കളോ പോകുമായിരുന്നെങ്കിൽ അവരുടെ പേരിൽ ഒരു കേസും ഉണ്ടാവില്ലായിരുന്നു, അവർക്കെതിരെ ED അന്വേഷിക്കില്ലായിരുന്നു. ലാലു ഇനിയും ജയിലിൽ പോകാനുള്ള എല്ലാ സാധ്യതകളും അതോടെ അടയപ്പെടുകയും ലാലു വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. ഇവിടെ എന്താണ് ഡീല് നടന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇദ്ദേഹം ഇപ്പുറത്തേക്ക് വന്നത് ഒരു ഇന്ത്യ സഖ്യ രൂപീകരണം എന്ന വലിയ സ്വപ്നമായിട്ടാണ്. അതിന്റെ നടുവിൽ നിൽക്കാമെന്ന് അദ്ദേഹം വിചാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സ്വപ്നം പൂർണ്ണമായും പൊലിഞ്ഞു പോകുന്നതിന് മുൻപേ അപ്പുറത്തേക്ക് പോകുക എന്നത് അസാധാരണവും ഞെട്ടിക്കുന്നതും വളരെ പെട്ടെന്നുള്ളതുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നപ്പോൾ BJP അന്ന് പറഞ്ഞത് അഴിമതിക്കാരനായ നിത്യവഞ്ചകനാണ് ഈ പോകുന്നത് എന്നാണ്. എന്ന് വെച്ചാൽ BJPയുടെ കയ്യിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള എന്തോ അഴിമതി സംഗതികൾ ഉണ്ടെന്നാണ്. എന്തായിരിക്കും ആ ഡീൽ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തിയറി നമ്മൾ കാണുന്നില്ല. എന്തായിരിക്കും അത്? ഇല്ല, തീർച്ചയായിട്ടും നമ്മൾ നോക്കുക, കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ സംയുക്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ അടുത്തുവരെ നിതീഷ് കുമാർ എത്തിയതാണ്. അന്നും സമാനമായ തോതിൽ പ്രതിപക്ഷത്തെ ഒരുമിച്ച് കൂട്ടി പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിലേക്ക് അദ്ദേഹം വരാൻ നോക്കി. പക്ഷെ കൃത്യമായി ആ സമയമായപ്പോൾ അദ്ദേഹം അതെല്ലാം ഒഴിവാക്കി പ്രതിപക്ഷത്തിനെ എല്ലാം കൈവിട്ട് അദ്ദേഹം BJPയുടെ കൂടെ പോയി. ഇത് രണ്ടാമത് ചരിത്രത്തിൻ്റെ ആവർത്തനമാണ്. ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവിടെയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് ED ആയിട്ടും CBI ആയിട്ടും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുമായിട്ടൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ ഏറ്റവും പവർഫുള്ളായ BJP കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ശക്തികൾ എന്ന് പറയുന്നത് മറ്റു രാഷ്ട്രീയ പാർട്ടികളല്ല, ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ്. ഈ ഏജൻസികളെ വെച്ചുകൊണ്ട് നടത്തിയ എന്തോ ഒരു ഡീലാണെന്ന് വേണം ന്യായമായും സംശയിക്കാൻ. അല്ലെങ്കിൽ താൻ എന്തുകൊണ്ട് മുന്നണി മാറുന്നു,
വളരെ അനായാസമായും വളരെ വേഗത്തിലും ഇത്ര പെട്ടെന്ന് താൻ എന്തുകൊണ്ട് മുന്നണി മാറി എന്നുള്ള കാര്യം നിതീഷ് കുമാർ എന്നോട് പറയുന്നില്ല. Yes, നിതീഷ് കുമാർ അത് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്താണ് അതിനകത്ത് ദുരൂഹമായി സംഭവിച്ചതെന്നാണ്. അല്ല, ശ്രീ അനിൽ ബോസ് നേരത്തെ ഒന്ന് ഫ്രീസ് ആയിപ്പോയി, സോറി കേട്ടോ. ശ്രീ അനിൽ ബോസ്, ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചത് ഒരു ഇരുട്ടടിയായി പോയിട്ടുണ്ടോ ഇത്? കാരണം നിതീഷ് കുമാർ ഇതിൻ്റെ എല്ലാം മുന്നിൽ നിന്ന ആളാണല്ലോ, ഒരു സാധാരണ ഒരു കോൺട്രിബ്യൂട്ടർ അല്ല അദ്ദേഹം, അതിന് നടുവിൽ നിന്ന ആളാണ്. അയാൾ ഇറങ്ങിപ്പോവുക, നിങ്ങളുമായിട്ട് ഒരു പ്രശ്നവുമില്ല, പറയാനൊരു കാരണമില്ലാതെ ഇറങ്ങിപ്പോവുക എന്നത്, അതോ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ മനസ്സിലായിട്ടില്ലായിരുന്നു ചോദിക്കാൻ? ഇദ്ദേഹം ഈ കാല് മാറുക എന്നത്, ഒരു തത്വവുമില്ലാതെ കാല് മാറുക എന്നതിൽ പ്രസിദ്ധനായ ഒരു മനുഷ്യനാണ്. ഏതെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ് ഈ ജനാധിപത്യ ആശയങ്ങളോട് ഒരു നിലയ്ക്കും അദ്ദേഹം വെച്ച് പുലർത്തുന്നില്ല. അങ്ങനെ ഒരാളെ വിളിച്ചു വരുത്തി മുഖ്യ കർമ്മിയാക്കുമ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലാതെ നിങ്ങൾ ചെയ്തു കൂട്ടിയതാണോ ഇത്? അല്ല, നിങ്ങളല്ലേ മുഖ്യ കർമ്മിയാണ് എന്ന് നിങ്ങളല്ലേ ധരിച്ചു വശാലാകുന്നു? നിങ്ങളാണത് ധരിക്കുന്നത്. ഞങ്ങളാരും അങ്ങനെ ധരിച്ചിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയാത്ത ചില പാർട്ടികൾ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി വരുമ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ കോൺഗ്രസ് ഉപയോഗിച്ചിട്ടുണ്ട്, വളരെ കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. ആ കൃത്യമായി ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി നിതീഷ് കുമാറിനെയും കോൺഗ്രസ് പാർട്ടി ഉപയോഗിച്ചിട്ടുണ്ട്, മറ്റു പാർട്ടികളും ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിതീഷ് കുമാറിനെ മാത്രമല്ല, അതുപോലെ തന്നെ മമതയെ ഉപയോഗിക്കേണ്ടടുത്ത് മമതയെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ തുടക്കത്തിൽ ഈ സഖ്യം രൂപപ്പെടുന്ന സന്ദർഭത്തിൽ നടന്ന ആദ്യ യോഗത്തിലേക്ക് മമത വരുമെന്ന് ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ച ചെയ്തു? ആദ്യം മമത വരികയില്ല എന്ന് പറഞ്ഞു, മമതയുടെ പാർട്ടി പ്രതിനിധി വന്നു. പാർട്ടി പ്രതിനിധി വന്നാലും മമത വരികയില്ല എന്ന് രാജ്യം ചർച്ച ചെയ്തു, പിന്നെ മമത വന്നു. അരവിന്ദ് കേജ്രിവാൾ വരില്ല എന്ന് എഴുതി, അദ്ദേഹത്തിന്റെ പാർട്ടി പ്രതിനിധി വന്നു. അരവിന്ദ് കേജ്രിവാൾ ഒരിക്കലും യോജിക്കില്ല എന്ന് പറഞ്ഞു, പിന്നീട് അരവിന്ദ് കേജ്രിവാൾ വന്നു. ഞാൻ പറഞ്ഞത് കോൺഗ്രസുമായി സഖ്യമില്ല എന്ന് പറഞ്ഞെടുത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ അത്താഴവിരുന്നടക്കമുള്ള കാര്യങ്ങൾ നിരവധി തവണ നടന്നു. അപ്പം ഒരുപാട് മീറ്റിംഗുകൾ, ഒരുപാട് ഡിബേറ്റുകളെല്ലാം വളരെ കൃത്യമായി നടന്നിട്ടുണ്ട്. നിങ്ങൾ കാണേണ്ട ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം, 440 സീറ്റിൽ കോമൺ പ്ലാറ്റ്ഫോം ഉയർത്താൻ ഇന്ത്യ സഖ്യം തീരുമാനിക്കുന്നു. ആ ഇന്ത്യ സഖ്യത്തിലെ 440 സീറ്റിൽ 40 സീറ്റ് മാത്രമാണ് ബീഹാറിലുള്ളത്. നിതീഷ് കുമാർ ബീഹാറിന് അപ്പുറത്തൊരു നേതാവല്ല, ബീഹാറിലാണ് അദ്ദേഹം നേതാവ്. മനസ്സിലായില്ലേ? ആ ബീഹാറിൽ പോലും അദ്ദേഹം അവിടുത്തെ ഒന്നാം കക്ഷിയല്ല. അവിടുത്തെ ഒന്നാം കക്ഷി ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ തേജസ്വി യാദവാണ്, RJD ആണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അവിടെ പിന്നെ BJPക്കുള്ള റോൾ ഇല്ലല്ലോ അവിടെ നിതീഷിന്. ഇപ്പൊ തന്നെ പുതിയ സർവേ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഈ നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് 7 സീറ്റ് കൂടുതൽ അവിടെ പിടിക്കാൻ കഴിയില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും, ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. അപ്പോൾ വളരെ കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാവും. ഞങ്ങൾക്ക് അവിടെ ബീഹാറിലുള്ളത് ആകെ 40 സീറ്റിൽ 1 സീറ്റാണ് ഇപ്പോഴുള്ളത്. നിങ്ങൾ കുറിച്ചു വെച്ചോ. ഞങ്ങളുടെ സഖ്യമൊന്നും ദുർബലമൊന്നുമല്ല. ഞങ്ങൾ നിതീഷ് കുമാറുമായി ഒന്നിച്ച് മുന്നണിയിൽ മത്സരിച്ച് ഗവൺമെന്റ് ഉണ്ടാക്കി 4 അന്നേ അദ്ദേഹം ഞങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടുപോയി BJPയുടെ കൂടെ കൂടുകയും ഗവൺമെന്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ അന്ന് ഞങ്ങൾ ധരിച്ചത്, ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂറുമാറ്റത്തെ വിമർശിക്കുമ്പോഴും ഞങ്ങൾ ധരിച്ചത് ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൽ നിന്ന് കൂടുതൽ ആനുകൂല്യം ബീഹാറിന് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ നിലപാടായിരിക്കാം എന്ന് ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ നിരീക്ഷിച്ച പല ആളുകളുമുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കേന്ദ്ര സർക്കാരിൽ നിന്ന് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു മുന്നണി സംവിധാനത്തിലെ കൺവീനറായി നിന്നതിന് ശേഷം അതിൽ നിന്ന് പടിയിറങ്ങിയ ദുർബലമായ കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് പോലെയുള്ള മറ്റിതര കക്ഷികൾ അതിനോടൊപ്പം വരുമ്പോൾ നമ്മൾ അവിടെ ഒരു ആദർശശുദ്ധി കണ്ടു. കാരണം എന്താ, കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയാവൂ എന്ന് പറഞ്ഞതുപോലെ സംഘപരിവാറുകാരുമായി യോജിച്ച് പ്രവർത്തിച്ച കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി ബീഹാറിന്റെ ഡെവലപ്മെന്റ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് മാത്രമല്ല, രാജ്യത്തിന്റെ നിലനിൽപ്പിന് പോലും പിന്നെ ഗുണകരമല്ല ഈ ഗവൺമെന്റ് എന്ന് തോന്നിയിട്ടാവുമല്ലോ ശക്തിയും പ്രൌഢിയും മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു മുന്നണി സംവിധാനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പുറത്തു വരുന്നത്. ചക്കയല്ല നമുക്ക് തുന്നി നോക്കി മനസ്സിലാക്കാൻ. അപ്പൊ അങ്ങനെ ഒരു സുഖസൗകര്യങ്ങളിൽ നിന്നും ഒരാൾ ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ സ്വാഭാവികമായും വിശ്വസിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ പല മിഷനും ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മിഷൻ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ പ്രധാനമന്ത്രി സ്ഥാനം വേണ്ടാത്ത അവസരമുള്ള ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അത് വേണ്ടാത്ത ആളാ രാഹുൽ ഗാന്ധി. കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം പോലും വേണ്ടാത്ത ആളാ രാഹുൽ ഗാന്ധി. ആ പോർട്ട്ഫോളിയോ പൊളിറ്റിക്സ് ഞങ്ങൾക്കൊരു ബാധകമല്ല. ഒരു കൺവീനറായോ മുന്നണിയുടെ ചെയർമാനോ ആയോ നിതീഷ് കുമാറിനെ നല്ല ആരെ വെക്കുന്നതിനും കോൺഗ്രസിന് പ്രശ്നമല്ലെന്ന്. ഞങ്ങൾക്ക് 440 സീറ്റിൽ കോമൺ കാൻഡിഡേറ്റ് ഉണ്ടാകണമെങ്കിൽ ഞങ്ങൾ മത്സരിച്ചതിൽ പകുതി സീറ്റ് ഞങ്ങൾ ത്യജിക്കുകയാണെന്ന്. ഒരു ദേശീയ ഡെവലപ്മെന്റിന് വേണ്ടി, രാജ്യത്ത് നല്ലൊരു ഗവൺമെന്റിന് വേണ്ടി, നല്ലൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി അത് ചെയ്യാൻ തയ്യാറായ ഞങ്ങൾ കേവലം ഒരു സ്ഥാനത്തിന് ഒരു തർക്കം ഉണ്ടാക്കുമോ? ഞങ്ങൾ തർക്കമൊന്നും ഉണ്ടാക്കത്തില്ല. അപ്പൊ അതൊന്നും അല്ല വിഷയം. അതുകൊണ്ട് നിതീഷ് കുമാർ ഒരു നിർണായക സന്ധിയിൽ അണിചേരാൻ വന്നു എന്ന് ഞങ്ങൾ നിഷ്കളങ്കമായി വിശ്വസിച്ചു എന്നാണ്. അതുകൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പുതിയ സർവേകളെ മുൻനിർത്തിക്കൊണ്ട് അനിൽ ബോസ് ആത്മവിശ്വാസം കൊള്ളുകയാണ്. ഞാനൊന്ന് വരാം. ജയസൂര്യൻ നോക്കൂ, ഇവിടെ ഇതിനകത്ത് ഒരു വസ്തു അങ്ങനെ പറഞ്ഞു പോലെ
അങ്ങനെ പറഞ്ഞു പോകല്. ഒരു കാര്യത്തിനിടയിൽ അങ്ങനെ പറഞ്ഞ് പകുതിക്ക് നിർത്തി സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി പോകല്. ഞാൻ പറഞ്ഞത് ഒരു ഭരണകൂടത്തിന് ഏറ്റവും സ്വാധീനമുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കുമല്ലോ. പക്ഷെ വന്നതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ താല്പര്യം പൊതു താല്പര്യമല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടതേ. ഞങ്ങൾക്ക് മാത്രമല്ലെന്ന്. ഞങ്ങൾ ഒരു പാർട്ടി, കോൺഗ്രസ് പാർട്ടി മാത്രം വിചാരിച്ചാൽ അദ്ദേഹത്തെ മുന്നണി ചെയർമാനോ കൺവീനറോ ആക്കാൻ കഴിയില്ല. മറ്റ് പാർട്ടികളുടെ അഭിപ്രായം വേണം. അതിലേക്ക് എന്തുകൊണ്ട് എത്തിയില്ല? ഇത്രയും ദിവസമായിട്ട് ഒരു ഇലക്ട്രിക്കൽ പൊളിറ്റിക്സിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. ഈ സന്ദർഭത്തിൽ പോലും എത്തിയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹത്തെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാത്ത പാർട്ടികളും കക്ഷികളും ഈ മുന്നണിയിൽ ഉണ്ടായിരുന്നു എന്നാണ്. അത് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പിന്നെ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മാർഗം തേടി അദ്ദേഹം പോയി എന്നതിനപ്പുറം യാതൊരു പ്രസക്തിയുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കോൺഗ്രസിനെതിരായ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ കഴിയാത്തത്. ജയസൂര്യൻ നോക്കൂ, ഇതിനകത്തൊരു സംഗതി ഉള്ളത്, ഇങ്ങനെ കാലുമാറിക്കൊണ്ടേയിരിക്കുന്ന മനുഷ്യരെ, നേതാക്കളെ, മനുഷ്യർ വോട്ടർമാരെ വിശ്വസിക്കുക എന്നൊരു സംഗതി ഉണ്ടല്ലോ. ആളുകൾ എന്തും പ്രതീക്ഷിക്കുന്നത് ക്വാളിറ്റി അല്ലേ? ഇപ്പം നിങ്ങൾ പറയാണ് ഈ നിതീഷ് കുമാർ ഇറങ്ങിപ്പോയത് പോയി, ഇനി ഒരിക്കലും അയാളെ എവിടെ കയറ്റില്ല എന്ന് നേരത്തെ പറഞ്ഞത് അമിത്ഷാ പ്രസംഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് നവാഡയിൽ പ്രസംഗിക്കുമ്പോൾ അമിത്ഷാ പറഞ്ഞത് എക്കാലത്തേക്കുമായി നിതീഷ് കുമാറിന് മുമ്പിൽ BJPയുടെ ഡോറുകൾ അടഞ്ഞിരിക്കുന്നു, ഇനി അയാളെ കയറ്റില്ല. പിന്നെ പറഞ്ഞത് പ്രധാനമന്ത്രിയാകാൻ നടക്കുകയാണിപ്പോൾ, അത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് വിമർശിച്ചിട്ടുണ്ട്. ഇതേ നിതീഷ് കുമാർ ഇപ്പുറത്ത് വന്നിട്ട് BJP എന്ന് പറയുന്ന കക്ഷികളുടെ കൂടെ കൂടാനേ കഴിയില്ല, അവർ നാട് മുടിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ ആളാണ്. എന്നിട്ട് ഇതാ ഇപ്പോൾ വീണ്ടും പ്രത്യേകിച്ച് ഒരു വിശദീകരണവും ജനത്തിന് കൊടുക്കാതെ വീണ്ടും ഒരുമിക്കുന്നു. നിങ്ങൾ വാതിൽ തുറക്കുന്നു, അദ്ദേഹം വന്ന് കയറുന്നു, വാതിൽ അടയ്ക്കുന്നു. ആളുകളൊരു ക്വാളിറ്റി പ്രതീക്ഷിക്കില്ല ഏതൊരു ലീഡറിൽ നിന്നും. ഒന്നാമത്തേത് അത്. രണ്ടാമത്തേത് ഇപ്പോൾ ഈ ചൂണ്ടിക്കാണിക്കുന്ന സർവേ റിപ്പോർട്ടുകൾ, അതായത് JDU ഉത്തരം വളരുകയല്ല, താഴേക്കാണത് പോകുന്നത്. അതിനേക്കാൾ കൂടുതൽ ജനവിശ്വാസത്തിന്റെ ഗ്രാഫ് RJDക്കാണ് കൂടുതലെന്നാണ് അവിടെ നിന്ന് വരുന്ന ഗ്രൗണ്ട് റിപ്പോർട്ട്സ്. അപ്പം നിങ്ങൾ ഈ കൂട്ടുകെട്ടിലൂടെ എന്ത് നേട്ടം ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ ജനത്തെ എങ്ങനെ വിശ്വാസം എടുക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്? അത് പറയാമോ? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ അവർക്കറിയാം. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എക്കാലത്തും അവർ തെളിയിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള സമയത്ത് കേരളത്തിനൊഴികെയുള്ള ഇന്ത്യയിലെ മുഴുവൻ ഭാഗങ്ങൾക്കും ആ ഒരു ബോധ്യമുണ്ടായിട്ടുണ്ട്. അവർ അപ്രതീക്ഷിതമായിട്ടുള്ള മുന്നേറ്റത്തിലൂടെയാണ് കോൺഗ്രസിനെ അന്ന് താഴെ ഇറക്കിയത്. അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംസ്ഥാനത്താണെങ്കിലും ഇപ്പോൾ ആം ആദ്മി പാർട്ടി പോലെയുള്ള പാർട്ടികളുടെ ഉദയമാണെങ്കിലും അല്ലെങ്കിൽ മമതാ ബാനർജി ആണെങ്കിലും, അങ്ങനെ ഏത് സംസ്ഥാനം എങ്ങനെ നോക്കിയാലും രാഷ്ട്രീയ പ്രബുദ്ധത പ്രയോഗിക്കേണ്ടിടത്ത് പ്രയോഗിക്കാൻ കൃത്യമായിട്ട് അറിയുന്ന ജനങ്ങളാണ് ഭാരതത്തിലുള്ളത്, അതിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ളത്. അപ്പോൾ അവർ ആ കാര്യത്തിൽ തീരുമാനമെടുക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ നേതാവോ കൈക്കൊള്ളുന്ന നിലപാടുകളെ പിന്തുണയ്ക്കണോ വേണ്ടയോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കും. അപ്പോൾ ജനങ്ങൾക്കറിയാം തിരുത്തേണ്ട ആൾക്കാരെ തിരുത്താനും തിരുത്തേണ്ട മുന്നണിയെ തിരുത്താനും പൊളിക്കേണ്ട മുന്നണിയെ പൊളിക്കാനും അധികാരത്തിൽ എത്തിക്കേണ്ടവരെ എത്തിക്കാനും ജനങ്ങൾക്കറിയാം. ആത്യന്തികമായി ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് അത് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ജനങ്ങൾ എങ്ങനെ എടുക്കുമെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ഈ നാടകങ്ങളെ ജനം എങ്ങനെ എടുക്കും എന്നാണ്. കാരണം അപ്പുറത്ത് പോയപ്പോൾ നിങ്ങൾ തള്ളിക്കളഞ്ഞു, വാതിലടച്ചതാണ്. ഇറങ്ങിപ്പോയപ്പോൾ നിങ്ങളെ പഴി പറഞ്ഞു പോയതാണ്. നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരാനോ മറ്റുള്ളവരെ വിട്ടുവരാനോ, ഇത് രണ്ടിനും ജനങ്ങൾക്ക് ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള ദഹിക്കുന്ന ഒരു കാരണമൊക്കെ പറയാന്നുള്ളത് ജനാധിപത്യത്തിലെ ഒരു മര്യാദയല്ലേ? ഇവിടെ അതൊന്നും ഇല്ല. ബീഹാറിലെ ജനങ്ങൾക്ക് അതൊന്നും ആവശ്യമില്ല, ഞങ്ങൾ എടുക്കുന്ന തീരുമാനം അവരങ്ങ് അംഗീകരിച്ചോളും എന്ന ലൈനാണോ? ഒരിക്കലുമല്ല, അങ്ങനെയൊന്നുമല്ല. അതായത് ജനങ്ങളാണ് ആത്യന്തികമായി തീരുമാനം എടുക്കേണ്ടത്. അവരത് തീരുമാനം എടുക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിതീഷ് കുമാർ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ബീഹാറിലെ ജനങ്ങൾ തീരുമാനിക്കും. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ കാര്യം തീരുമാനിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഞാൻ നോക്കൂ, ബീഹാറിലെ വലിയ പൊതുയോഗത്തിൽ നവാഡയിൽ അമിത്ഷാ പ്രസംഗിക്കുന്നത് കേട്ടില്ല, ഇനി അയാളെ ഞങ്ങളുടെ പഠിക്കാത്തതാണ് എന്നിട്ട് നിങ്ങൾ കേട്ടില്ല. അപ്പൊ ജനം നിങ്ങളെ കുറിച്ച് എന്താണ് മതിക്കേണ്ടത് എന്ന സംഗതി ഉണ്ടല്ലോ. ജനം ഞങ്ങളെക്കുറിച്ച് എന്ത് മതിച്ച് എന്ത് തീരുമാനമെടുത്താലും ഞങ്ങളത് അംഗീകരിക്കാൻ തയ്യാറാണ്. ജനങ്ങളുടെ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ ഒരു വിശദീകരണമാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ ജനം എടുക്കുന്ന തീരുമാനമേ നിങ്ങൾക്കും താങ്കൾക്കും അനിൽ ബോസിനും ഒക്കെ അംഗീകരിക്കാൻ പറ്റും, അതിനപ്പുറത്തേക്ക് വേറെ തീരുമാനം ഈ രാജ്യത്തില്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷൻ, വിശദീകരണം എന്താണ്? പടിക്കകത്ത് കയറ്റില്ല എന്ന് പറഞ്ഞ ഒരാളെ പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ലാതെ നിങ്ങൾ വീണ്ടും തിരിച്ചു കയറ്റുകയാണ്. അതൊന്നും വിശദീകരിക്കണ്ടേ ജനത്തോടെന്ന് ചോദിക്കാൻ? ആ വിശദീകരണം നിങ്ങളുടെ പോർഷൻ എന്താണ്? അത് പറയാം, അത് വ്യക്തമായിട്ട് പറയാം.
അതായത് ബി ജെ പിയെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ബി ജെ പിയുടെ നിലപാടുകളോടുള്ള അദ്ദേഹത്തിൻ്റെ എതിർപ്പിൻ്റെ ഒരു പ്രകടനമാണല്ലോ ഉപേക്ഷിച്ച് പോകൽ. അപ്പോൾ ബി ജെ പിയിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ജെ പിയെ ഉപേക്ഷിച്ച് പോയത് തെറ്റായിപ്പോയി, ബി ജെ പി ചെയ്ത നല്ല കാര്യങ്ങളോട് യോജിച്ച് നിൽക്കുന്നതാണ് ശരി. മറുപക്ഷത്ത് ചെല്ലുമ്പോൾ അവിടെ ഈ പറഞ്ഞ യാതൊരു ഗുണങ്ങളും, ഞാൻ പ്രതീക്ഷിച്ച യാതൊരു ഗുണങ്ങളും ഒരു പാർട്ടിയിലും ഒരു നേതാവിലും കാണുന്നില്ല. ഏതായാലും ഭേദം ബി ജെ പി തന്നെയാണ്, യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഒരാൾ തിരിച്ചു വരുന്നത്. തിരിച്ചു വരിക എന്ന് വെച്ചാൽ സംസ്ഥാപരാധങ്ങൾ കൊടുക്കണമേ എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്ന് നിങ്ങളുടെ അടി നിൽക്കല്ല, അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി തുടരുകയും നിങ്ങളതിന് പിന്തുണ കൊടുക്കുകയും ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? അദ്ദേഹം തന്നെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് ഇപ്പോഴും. ആ ഡോമിനേഷന് അദ്ദേഹം തിരിച്ചു വന്നാണോ, നിങ്ങൾ അങ്ങോട്ട് പോയി ചേർന്നാണോ, രണ്ടും കൂടി ഒരു സന്ധിയിൽ വന്ന് ഒരുമിച്ചാണോ എന്ന ക്വസ്റ്റ്യനൊക്കെ അവിടെ ഉണ്ട്. ബി ജെ പിയുടെ നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൻ അദ്ദേഹം വന്ന് സഹായിക്കുകയല്ലോ, തിരിച്ചു വരുമ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നത് നിതീഷ് കുമാർ തന്നെയാണ്. അതുകൊണ്ട് നിതീഷ് പഞ്ചപുച്ഛമടക്കി വന്നതുകൊണ്ട് കയറ്റി എന്ന വിശദീകരണം നിൽക്കുമെന്ന് എനിക്കറിയില്ല. അല്ല, ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടെ പറയാം. 4000 കിലോമീറ്ററും മറ്റും നീളമുള്ള ഒരു നദി 4000 കിലോമീറ്റർ ഒഴുകുമ്പോഴും ഒരു പ്രത്യേക പേരിലാണ് ഒഴുകുന്നത്. നൈൽ നദി, ഗംഗാ നദി, ബ്രഹ്മപുത്ര എന്നൊക്കെയാണ്. കടലിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു പേരുമില്ല. അതാണ് ഞാൻ അതിന് പറഞ്ഞ മറുപടി. അത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നത്. കടലിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പേര് നഷ്ടപ്പെടുമോ എന്ന ഭയമായിരുന്നു ആദ്യം അദ്ദേഹത്തെ അവിടെ നിറക്കിക്കൊണ്ട് വന്നത്. പിന്നെ അദ്ദേഹം പോകുന്നതിലാണ് കൗതുകമാണ്. ഇന്ത്യയിൽ എത്രമാത്രം നദികളുണ്ട്, അവയെല്ലാം കടലിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവയ്ക്കൊന്നും പേരുകളില്ലാതാവുന്നു. ബി ജെ പി സമീപകാലത്ത് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ ലൈൻ പരിശോധിച്ച് നോക്കിയാൽ അതിനോടൊപ്പം ചേരുന്ന കക്ഷികൾ ദുർബലമാവുകയും ബി ജെ പി അവിടെ എല്ലാം പടർന്നു പിടിക്കുകയും ചെയ്യും. ശിവസേനയുടെ നിരാശയുടെ അടിസ്ഥാന കാരണം അതാണല്ലോ. അപ്പോൾ ഈ പ്രശ്നത്തെ ഭയപ്പെട്ടിറങ്ങി വന്നു എന്ന നിരീക്ഷണം അന്നുണ്ടായിരുന്നു 2 വർഷം മുമ്പ് നിതീഷ് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ. കാരണം വിഴുങ്ങുകയാണ് ബി ജെ പി. ബി ജെ പിയാണ് ലാർജസ്റ്റ് കക്ഷി അവരുടെ സഖ്യത്തിൽ. ഇദ്ദേഹത്തിന് 45 സീറ്റ് മാത്രമേ ഉള്ളൂ, അവർക്ക് 78 ഉണ്ട്. അപ്പോൾ ആ ഭയം നിതീഷിനുണ്ടായിരുന്നു എന്നതുകൊണ്ട് കൂടി നിതീഷ് ഇറങ്ങി വരികയാണ്. പക്ഷേ അതേ ഭയം നിലനിൽക്കുക നിതീഷ് വീണ്ടും ഈ അകത്തേക്ക് കയറി ചെന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ആലോചന നിതീഷിനുണ്ടാവില്ല? അതോ അത്തരം ആലോചനയ്ക്കെല്ലാം അപ്പുറത്തുള്ള വേറെന്തോ ഒരു കെണി നിതീഷിനെ വരിഞ്ഞു മുറുക്കി എന്നാണോ മനസ്സിലാക്കേണ്ടത്? ശരിക്കും ഈ പറഞ്ഞ അഭിപ്രായത്തോട് 100% യോജിക്കുകയാണ്. അതാണ് ശരി. കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സമുദ്രത്തിൽ ചേർന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നിനും സ്വതന്ത്രമായ വ്യക്തിത്വമല്ല, സ്വതന്ത്രമായുള്ള അസ്തിത്വമില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിയുടെ പാളയം വിട്ട് മതനിരപേക്ഷ പാളയത്തിലേക്ക് വരുമ്പോൾ നിതീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ബി ജെ പിയുടെ കൂടെ പോവുക എന്നതിൻ്റെ അർത്ഥം മരിക്കുക എന്നാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം മരിച്ചതിന് സമാനമായ ഒരു അവസ്ഥയിലേക്കാണ് തിരിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു എന്ന് നോക്കുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അദ്ദേഹം വളരെ സംശയത്തിനിടയില്ലാതെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ബി ജെ പി ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബി ജെ പി അതിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിലാണെങ്കിൽ ശിവസേന ആയാലും മറ്റ് ബി ജെ പിയുമായി കാലാകാലങ്ങളിൽ സഹകരിച്ച പ്രസ്ഥാനങ്ങളായാലും അവയുടെ എല്ലാം സ്വതന്ത്രമായ അസ്തിത്വം പോകുന്നു, അവയെല്ലാം ബി ജെ പി അതിനോട് ചേർത്തുകൊണ്ടിരിക്കുന്നു, അവയുടെ എല്ലാം മാസ് ബേസിനെ ബി ജെ പി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫലത്തിൽ ഇറലവൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇത് എന്ത് തരത്തിലുള്ള ഡീലാണ് നടന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. രാജ്യത്ത് ആർക്കും അതിനെക്കുറിച്ചൊരു സ്പെക്കുലേഷൻ വരുന്നില്ല. അദ്ദേഹത്തിന് തന്നെ ജനങ്ങളോട് പറയാൻ രാഷ്ട്രീയമായൊരു കാരണം പറയാനില്ല, രാഷ്ട്രീയമായിട്ട് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ എന്തോ തരത്തിലുള്ള ചില ഡീലുകളുടെ ഭാഗമായി അങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒന്നാശ്വസിക്കാൻ കാണും. 9 തവണ അദ്ദേഹം ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി. പിന്നെ ബീഹാർ എന്ന് പറഞ്ഞാൽ ഈ ആയാറാം ഗയാറാമുകളുടെ നാടെന്ന് പണ്ട് തൊട്ടേ ആളുകൾ കളിയാക്കി പറയുന്നൊരു പ്രദേശമാണ്. അപ്പോൾ അവിടെ 9 തവണ പാർട്ട്ണർമാരെ, പങ്കാളികളെ മാറ്റിക്കൊണ്ട് അധികാരത്തിൽ തുടർച്ചയായിട്ടിരിക്കാൻ അദ്ദേഹത്തിന് പറ്റി. ഇപ്പോൾ അദ്ദേഹം വീണ്ടും അധികാരത്തിൽ തന്നെ തുടരുന്നു. അപ്പോൾ ചില നേതാക്കന്മാർക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സോഷ്യലിസ്റ്റ് ഏരിയയിലുള്ള നേതാക്കന്മാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് അധികാരത്തിനോടില്ലാത്തൊരു പ്രതിബദ്ധത ഉണ്ടാവും. ഒപ്പം തന്നെ തങ്ങൾക്ക് ശേഷം കടൽ എന്ന് പറയുന്ന ഒരു ചിന്തയായിരിക്കും അവർ നയിക്കുക. അപ്പം അങ്ങനെയാകുമ്പോൾ ഇനി തനിക്ക് ശേഷം തൻ്റെ പ്രസ്ഥാനമോ തൻ്റെ ഒരു ഐഡിയോളജിയോ താൻ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമോ നിലനിൽക്കണമെന്ന് അദ്ദേഹത്തിന് ചിലപ്പോൾ താല്പര്യം കാണില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും തനിക്ക് ഇരിക്കാൻ പറ്റുന്നിടത്തോളം കാലം അധികാരത്തിൽ കടിച്ചു തൂങ്ങുക. ഇപ്പോൾ നിലവിലുള്ള വാർത്തകളൊക്കെ വെച്ച് നോക്കുമ്പോൾ 2 ഉപമുഖ്യമന്ത്രിമാരൊക്കെ ആയിട്ട് ബി ജെ പി വളരെ ശക്തമായി ഈ ഭരണത്തെ നിയന്ത്രിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്മീഡിയറ്റായ കാര്യം വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നിന്നും കഴിയുന്നത്ര സീറ്റ് നേടുക. അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഈ രാഷ്ട്രീയ ജനതാദളിൻ്റെ മുന്നേറ്റത്തെ, അത് രാഷ്ട്രീയ ജനതാദൾ ഇടതുപക്ഷവുമായും കോൺഗ്രസുമായും ചേർന്നുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന വലിയ മുന്നേറ്റത്തെ തടയിടണം.
ഇപ്പം ഇവിടെ BJPയുടെ ഇമ്മീഡിയറ്റ് ആയ ലക്ഷ്യം എന്ന് പറയുന്നത് നിതീഷ് കുമാറിനെ കൂടെ കൊണ്ടുപോകുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബീഹാറിലെ വിശാല സഖ്യം. അതിൽ ഇടതുപക്ഷമുണ്ട്, കോൺഗ്രസ് ഉണ്ട്, ഒപ്പം തന്നെ RJDയുടെ ഒരിക്കലും തോൽപ്പിക്കാനാകാത്ത ഒരു ശക്തിയും ജനസ്വാധീനവും അവിടെ ഉണ്ട്. അപ്പോൾ അതിനെ എതിർക്കാൻ BJPക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. അപ്പോൾ ബീഹാറിലെ സാഹചര്യം BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായതുകൊണ്ടാണ്, ബുദ്ധിമുട്ടേറിയതായതുകൊണ്ടാണ് BJP എന്ത് വില കൊടുത്തും നിതീഷിനെ കൂടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞാൽ വീണ്ടും 1 വർഷം കഴിയുമ്പോഴേക്കും ബീഹാറിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും BJP വളരെ കൃത്യമായിട്ട് എന്തായാലും അടുത്ത 1 വർഷം കഴിഞ്ഞാൽ ബീഹാറിലെ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാറിന് മുൻതൂക്കം കൊടുക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രത്തിനോ രാഷ്ട്രീയ ഗെയിമിനോ രാഷ്ട്രീയ കളിക്കോ BJP തയ്യാറാവില്ല എന്ന് വേണം. നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ആത്മഹത്യാപരമായ ചില സംഗതികളിനകത്ത് കാണാൻ കഴിയും. അപ്പോൾ നിതീഷ് മടങ്ങിപ്പോകുന്നതിന്റെ കഥ എന്താണ് എന്നാണ്. അല്ല, അനിൽ ബോസ് നോക്കൂ, ഇവിടെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനം കഴിഞ്ഞല്ലോ. അതിനുശേഷം രാമരാജ്യത്തിന്റെ സ്ഥാപനം എന്ന നിലക്കൊക്കെയാണ് പ്രധാനമന്ത്രിയൊക്കെ പ്രസംഗിക്കുന്നത്. അതുണ്ടാക്കുന്ന ഒരു ആംബിയൻസ് ഗുണം ചെയ്യുമെന്ന് BJP വിചാരിക്കുകയാണ്. അതിനെ പിന്തുണയ്ക്കാൻ നാടാകെയുള്ള ആളുകളെ പരമാവധി സംഘടിപ്പിക്കാനും മറ്റുമൊക്കെ അവർക്ക് കഴിയുകയും ചെയ്തല്ലോ. അപ്പോൾ രാഷ്ട്രീയ സാഹചര്യം ഒരു ഹിന്ദുത്വയുടേതാണ്. അവരുടെ തന്നെ തുടർച്ചയുടെ സാധ്യതകളാണ് മുമ്പിലുള്ളത്. ഇനി നമ്മളിവിടെ ഈ ഒരു സഖ്യ രൂപീകരണം ഇങ്ങനെ ബുദ്ധിമുട്ടി കെട്ടിപ്പടച്ചുണ്ടാക്കിയതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു മൊമെന്റിലാണോ, പ്രത്യേകിച്ച് കാരണമൊന്നും പറയാനില്ലാതെ നിതീഷ് ഇറങ്ങിപ്പോകുന്നത്? നമ്മൾ ഈ രാമക്ഷേത്രത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ലെന്നേ. ഇവിടെ ബീഹാർ എന്ന് പറയുന്ന സ്ഥലത്ത് RJD, തേജസ്വി യാദവും കോൺഗ്രസും CPM അല്ല, അവിടെ CPIML അടക്കമുള്ള കക്ഷികൾ ചേർന്നിട്ടുള്ളൊരു സഖ്യമുണ്ട്. ആ സഖ്യവും നിതീഷ് കുമാറിന്റെ ഗവൺമെന്റുമായിട്ടുള്ള വ്യത്യാസം 8 സീറ്റുകളുടെ മാത്രമാണ്. നിങ്ങൾ കൃത്യമായിട്ടത് മനസ്സിലാക്കിയിരിക്കണം. 8 സീറ്റിന്റെ അന്തരമാണ്, മനസ്സിലായില്ലേ? ആ 8 സീറ്റിന്റെ അന്തരം ഉള്ള ഒരു സാഹചര്യം, ഒന്നാം കക്ഷിയായി RJD നിൽക്കുന്ന സാഹചര്യം, OIC അടക്കമുള്ള ആളുകൾ ഇറങ്ങി വോട്ട് ഭിന്നിപ്പിച്ചത് കൊണ്ടാണ് ഈ 8 സീറ്റ് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വന്നത്, ആ വ്യത്യാസം വന്നത്. ഇപ്പൊ ഈ പറയുന്ന ചൂതാട്ടത്തിന് നിതീഷ് കുമാറിന് അവസരം ഉണ്ടായത്. അപ്പം അവിടെ ഈ പറയുന്ന വലിയ അട്ടിമറി നടത്താൻ കഴിയുന്ന ആളൊന്നുമല്ല. അവിടെ വളരെ കൃത്യമായ ബേസ് ഉണ്ട്. ഈ RJDക്കും സഖ്യത്തിനും കോൺഗ്രസിനും എല്ലാം കൂടി അവിടെ നല്ല ബേസ് ഉണ്ട്. അപ്പൊ അവിടെ BJPക്ക് അറിയാം 40 പാർലമെന്റ് സീറ്റുള്ള അവിടെ ഇപ്പോൾ 1 ഉള്ളതെങ്കിൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 1 അതിനപ്പുറത്തേക്ക് ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്ന കൃത്യമായ തിരിച്ചറിവ്. ഇവിടെ പറഞ്ഞല്ലോ, താങ്കൾ തന്നെ പറഞ്ഞു, താങ്കളൊക്കെ കൊടുക്കുന്ന ഇൻട്രോ വളരെ മോശമാണ് കേട്ടോ. 400 എന്ന് പറയുന്ന സീറ്റ്, അതാണ് മിഷൻ 400 എന്ന് പറയുന്ന സീറ്റ് ക്യാച്ച് ചെയ്യാൻ പോകുന്നു. ഇവര് ഭയന്ന്, എന്റെ നിഷാദെ, ഈ പറയുന്ന BJP ഭയന്നിരിക്കുന്നു. ഈ പറയുന്ന പ്രതിപക്ഷം, ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ദുർബലമാണെന്ന് പറയുന്ന ഇവർ ഭയന്നതുകൊണ്ടാണ്. 303 സീറ്റ് BJPക്ക്. ഞാൻ ചോദിക്കട്ടെ, 40 സീറ്റുള്ള ബീഹാറിൽ കഴിഞ്ഞ 1 നമുക്ക്? നിങ്ങൾ നോക്ക്, സർവേ നോക്ക്, ഇപ്പൊ വന്നിരിക്കുന്ന സർവേ മാത്രം വെച്ച് നമ്മൾ വിഭാജനം ചെയ്യും. 1 അവിടെ? വളരെ കൃത്യമായ ഇപ്പോഴത്തെ നിതീഷ് കുമാറിന്റെ ചാണ്ടാട്ടത്തിലടക്കം തിരിച്ചടി കൊടുത്തുകൊണ്ട് വളരെയധികം സീറ്റ് അവിടെ ആർജിച്ചെടുക്കാൻ പോവാ. ഏറ്റവും കുറഞ്ഞ്, ഇനി അങ്ങ് ഏറ്റവും കുറച്ച് ഞാൻ പറയാം, 10 സീറ്റിന് മുകളിൽ പാർലമെന്റ് സീറ്റ് നമ്മളവിടെ പിടിക്കാൻ പോവാ. 10 എന്ന് പറഞ്ഞാൽ 303 - 10. ഞങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? 28 സീറ്റുള്ള കർണാടകയിൽ 1 സീറ്റാണ് ഞങ്ങൾക്കുള്ളത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ചലഞ്ച് ചെയ്ത് നിങ്ങൾ കുറിച്ചു വെച്ചോ, 15 സീറ്റിന് മുകളിൽ ഞങ്ങൾ ഏറ്റവും കുറഞ്ഞത് പിടിക്കാൻ പോകുന്ന സ്റ്റേറ്റാണ് കർണാടക. ഇവിടെ നിങ്ങൾ പറഞ്ഞു, പിന്നെ മഹാരാഷ്ട്ര എടുക്കാം നമുക്ക്. മഹാരാഷ്ട്രയിൽ ഇവർ ശിവസേനയെ ഭിന്നിപ്പിച്ചിട്ടുണ്ടാവും, ചൂതാട്ടത്തിന്റെ പേരിൽ അവിടെ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. NCPയിൽ നിന്ന് അജിത് പവാറിനെ കൊണ്ടുപോയിട്ടുണ്ടാവും. പക്ഷേ അവിടുത്തെ NCP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ, കോൺഗ്രസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ, ഉദ്ധവ് താക്കറെ എന്ന് പറയുന്ന ശിവസേന നേതാവിന്റെ അസ്തിത്വത്തെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി തരാം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. നിങ്ങൾ നോക്കിക്കോ, ഞങ്ങൾ ബോധ്യപ്പെടുത്താം. എനിക്ക് തോന്നുന്നു 49 സീറ്റ് അവിടെ നമുക്ക് കാണാം. അപ്പം ഞാൻ പറയുന്നത്, കേവലം 35 - 40 സീറ്റ് കുറഞ്ഞാൽ BJPക്ക് ഇപ്പോഴുള്ള ഭൂരിപക്ഷം, ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ട ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഒരിക്കൽ പോലും പടിയടച്ച് പിണ്ടം വെച്ചവനെ തിരിച്ചു കയറ്റില്ല എന്ന് പറയുന്ന BJPക്ക് അതിൽ നിന്ന് തിരിച്ചുപോയി അദ്ദേഹത്തിന്റെ കണ്ടീഷൻ അംഗീകരിച്ച് അവിടെ നിതീഷ് കുമാറിന്റെ പാർട്ടിയേക്കാൾ ഭൂരിപക്ഷമുള്ള BJPക്ക് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കി അംഗീകരിക്കേണ്ടി വരുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ കൂട്ടായ്മയുടെ വിജയവും ഇന്ത്യ സഖ്യത്തിന്റെ മുന്നോട്ട് പോക്ക് ഉണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി എന്തെന്ന് തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നത് 5 സീറ്റെങ്കിൽ ആ 5 സീറ്റ് കിട്ടാൻ വേണ്ടിയാണ് നിതീഷ് കുമാറിന് BJP എന്ന് പറയുന്ന പാർട്ടി, സംഘപരിവാർ, ദേശീയ ജനാധിപത്യ സഖ്യം, നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന ശക്തികൾ ഇന്നലകളിൽ എടുത്ത നിലപാടിൽ നിന്ന് മാറി ഇന്ന് കീഴടങ്ങിയിട്ടുണ്ട് എങ്കിൽ
പ്രതിപക്ഷത്തിന്റെ പോക്ക് റൈറ്റ് റൂട്ടിലാണ്, സ്ട്രെയിറ്റ് റൂട്ടിലാണ്, ശരിയുടെ രാഷ്ട്രീയത്തിലാണ്. 2024 ഇന്ത്യ സഖ്യം അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ആ കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഞങ്ങൾ ആരും അതിൽ കുലുങ്ങുന്നില്ല. ഞങ്ങൾ നിതീഷ് കുമാറിനെ BJP ഉപയോഗിച്ച് നിതീഷ് കുമാറിന്റെ ഡിമാൻഡിനെ അംഗീകരിച്ച് അദ്ദേഹത്തെ തന്നെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ഒരു സീറ്റ് പോലും BJP ഭയക്കുന്നു എന്നതാണ്. ശരി, അതാണ് നിങ്ങൾ അല്ല ജയസൂര്യൻ, നിഷാദേ, 2024 തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന്റെ പ്രതിച്ഛായ നിങ്ങൾക്ക് എന്തെങ്കിലും സവിശേഷ നേട്ടം ഉണ്ടാക്കി തരാൻ പോകുന്നുണ്ടോ? നിങ്ങളെ സംബന്ധിച്ച് മോദിയല്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ്. BJPയെ സംബന്ധിച്ച് BJP ഏതെങ്കിലും കക്ഷിയുടെ ആനുകൂല്യത്തിൽ വളരാനും നടന്നു പോകാനും ആഗ്രഹിക്കുന്ന പാർട്ടികളെ ഒറ്റയ്ക്ക് ഭരിക്കണമെന്ന് ആഗ്രഹമുണ്ട് അവർക്ക്. സോ അത് തന്നെയല്ല ഈ ഡിപ്പാണ് കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഗുണം കൊണ്ടുവന്ന് തരാൻ പോകുന്നുണ്ടോ കമ്മിങ് ഇലക്ഷൻസിൽ ഈ പറയുന്ന നിതീഷ് കുമാറിൻ്റെ പ്രതിച്ഛായ? ഇല്ലല്ലോ. നിങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ സർക്കാരിനെ ഇപ്പോൾ വീഴ്ത്തുക, നിങ്ങളുടെ ഗവൺമെൻറ് റൺ ചെയ്യുക. നിങ്ങളുടെ ഗവൺമെൻറ് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി ഈസി പ്രോസസ്സ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു അഡ്വാൻസ്, എന്താ പറയുക, കുറച്ചുകൂടി ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് തരുമായിരിക്കും. അതിനപ്പുറം നിതീഷ് കുമാർ ഒരു ഫാക്ടറാണോ ബീഹാർ ഇലക്ഷനിൽ നിങ്ങളെ സംബന്ധിച്ച്? നിഷാദ് ഈ 9 തവണ ഓക്കെ, ജയസൂര്യൻ പ്ലീസ്. നിതീഷ് കുമാർ വളരെ വ്യക്തമായി കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് പഠിച്ചു കഴിഞ്ഞു. കാരണം റാവുത്തർ സൂചിപ്പിച്ചതുപോലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയവും പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പുള്ള ഇന്ത്യൻ രാഷ്ട്രീയവും രണ്ടായിട്ട് വേർതിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായി പറയാം, കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ഞാനിത് പറഞ്ഞതാണ്, അന്നെല്ലാവരും എന്നെ ആക്ഷേപിച്ചതാണ്. ഇപ്പോൾ ഞാൻ വ്യക്തമായി പറയുന്നു, അടുത്ത ലോക്സഭാ ഇലക്ഷന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് 40 സീറ്റ് തികയാൻ പോകുന്നില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കുറിച്ച് വെച്ചോളൂ. കണക്ക് ഇപ്പോൾ വിശദീകരിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ടാണ്. 40 സീറ്റ് കോൺഗ്രസിന് തികയാൻ പോകുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ നിതീഷ് കുമാറിൻ്റെ കാര്യം പറഞ്ഞത്, നിതീഷ് കുമാറിൻ്റെ പ്രതിച്ഛായ എന്നുള്ളതിനേക്കാൾ ഉപരി നിതീഷ് കുമാർ ഉദ്ദേശിക്കുന്നത് മോദി ഉണ്ടാക്കിയ പുതിയ പ്രതിച്ഛായയുടെ കൂടെ നിന്നുകൊണ്ട് കൂടുതൽ സീറ്റ് കിട്ടുമോ എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നിതീഷ് കുമാർ വന്നിരിക്കുന്നത്. അത്രമാത്രം വലിയ മാറ്റമാണ് ഭാരത രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയും ഭാരതീയ ജനതാ പാർട്ടിയും നേടിയിരിക്കുന്നത്. അത് ഒക്കെ നേടുമ്പോൾ പോലും സിംഹം ഇര പിടിക്കുന്നത് പോലെയാണ് BJP നീങ്ങുന്നത്. അതായത് പോത്തിനെ പിടിക്കാനാണെങ്കിലും ഒരു മുയലിനെ പിടിക്കാനാണെങ്കിലും സിംഹം അതിൻ്റെ സകല ശ്രദ്ധയും ശക്തിയും ഉപയോഗിക്കും എന്നുള്ളതുപോലെ ഞങ്ങൾക്ക് യാതൊരു അഹങ്കാരവുമില്ല. അതുകൊണ്ട് ഓരോ സീറ്റിൻ്റെ വിജയസാധ്യതയിലും അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടിയാണ് ഞങ്ങൾ നീങ്ങുന്നത്. അതിന് കാരണമുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഇത്രയും സീറ്റ് കിട്ടിയപ്പോൾ 244 സീറ്റിലും ഞങ്ങൾ ജയിച്ചത് 50% വോട്ട് കിട്ടിയപ്പോഴാണ്. 50% എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം അത്രമാത്രം കോമൺ പ്ലാറ്റ്ഫോം ഒരുക്കിക്കൊണ്ട് BJPയെ പരാജയപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. എന്നിട്ടും 51-52% സീറ്റ് മേടിച്ചിട്ടാണ് 244 സീറ്റിൽ BJP ജയിച്ചത്. ഈ അനുഭവം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് മുന്നോട്ട് വരുന്ന കാലഘട്ടങ്ങളിലും 50%, അത് 51-52% വോട്ട് മേടിച്ചാൽ മാത്രമേ ജയിക്കാൻ കഴിയൂ എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് BJP മുന്നോട്ട് പോകുന്നത്, NDA മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് NDAക്ക് ഓരോട്ടെങ്കിലും സംഭാവന ചെയ്യാൻ കഴിയുന്ന ഓരോ വ്യക്തിയെയും ഞങ്ങൾ അങ്ങേയറ്റം വിലമതിക്കും, അങ്ങേയറ്റം സ്വാഗതം ചെയ്യും. ആ രീതിയാണ് NDAയുടെ തന്ത്രം. അപ്പോൾ ആ തന്ത്രം കണ്ടുപഠിക്കാൻ പോലും ഇന്ത്യ മുന്നണിക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ദൈവത്തിൻ്റെ നിയോഗമായിരിക്കാം, വിധിയായിരിക്കാം. ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടാകണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ സമ്മതിച്ചു തരില്ല പ്രതിപക്ഷം എന്നുണ്ടെങ്കിൽ പിന്നെ അത് ദൈവത്തിന് വിടുക എന്നുള്ളതേ പറ്റുള്ളൂ. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ടോട്ടൽ വോട്ട് ഷെയർ എത്രയാണ്? നിഷാദ് ഒരു സെക്കൻഡ്. അല്ല, വോട്ട് ഷെയർ എത്രയാണെങ്കിലും വോട്ട് ഷെയറിൻ്റെ അടിസ്ഥാനത്തിലാണ് സീറ്റ് തീരുമാനിക്കുന്നതെങ്കിൽ ഓരോ പാർട്ടി അങ്ങ് മത്സരിച്ചിട്ട് വോട്ട് കിട്ടിയത് ഇത്ര, എന്നിട്ട് സീറ്റ് ഇത്ര എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ CPIM-നാണ് അഖിലേന്ത്യാ തലത്തിൽ 1% പോലും വോട്ടില്ല, 0.82% വോട്ടേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അവർക്ക് എത്ര സീറ്റാണ് കിട്ടേണ്ടത്? അപ്പോൾ അങ്ങനെയല്ല, വോട്ട് ഷെയർ സീറ്റ് കുറഞ്ഞു കഴിയുമ്പോൾ, തോറ്റ് കഴിയുമ്പോൾ വോട്ട് ഷെയർ കൂടുതലാന്ന് പറയും, അല്ലെങ്കിൽ വോട്ട് ഷെയർ കൂടിയാലും സീറ്റ് കുറയും. ഇതൊക്കെ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ പ്രത്യേകമായി നമ്മൾ കാണുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ വോട്ട് ഷെയറും ഈ സീറ്റും ചർച്ച ചെയ്ത് ഒരു സർവേ ഫലവും നമുക്ക് അനിൽ ബോസ് നോക്കൂ, 40 സീറ്റിൽ കൂടുതൽ നിങ്ങൾ വാങ്ങിക്കില്ല എന്നുള്ളത് എഴുതി വെക്കാൻ പറഞ്ഞിരിക്കുകയാണ് ശ്രീ ജയസൂര്യൻ.
അല്ലല്ല, അതല്ല ഞാൻ എഴുതി വെച്ചു. ജയസൂര്യനും നമ്മളും തമ്മിൽ വീണ്ടും ചർച്ചയ്ക്ക് ഇരിക്കുമല്ലോ. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. ഞാൻ നിസ്സാരമായിട്ടേ ഞാൻ ചോദിച്ചുള്ളൂ. അദ്ദേഹം ഉടനെ തന്നെ 50% വോട്ട് ഷെയർ, ആ കാര്യങ്ങളിലേക്കൊക്കെ അദ്ദേഹത്തിന് പോകേണ്ടത്. ഓരോ സീറ്റും ഞങ്ങൾ ജാഗ്രതയായി തീരുമാനിക്കും, അവരെ കണ്ട് ഞങ്ങൾ പഠിക്കണം എന്നൊക്കെ അവർ പറയേണ്ടി വരുന്നത് ഭയപ്പാടിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് പുൽവാമ പോലെ ഒരു വിഷയം ഇത്തവണ ആസൂത്രണം ചെയ്താൽ ഉണ്ടാവില്ല എന്ന ബോധ്യത്തിലാണ് രാമന്റെ പേരിൽ ഇറങ്ങുന്നത്. രാമൻ എന്ന് പറയുന്ന ഒരു ഭഗവാൻ എന്ന് പറയുന്ന ആ കാഴ്ചപ്പാടിനപ്പുറം ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന ഒരു വിശ്വാസത്തിന്റെ ഒരു കമ്പോളത്തിലെ കച്ചവട ചരക്കാക്കിയാണ് മാറ്റിയിരിക്കുന്നത്. രാമൻ എന്ന് പറയുന്ന ആ പേര് വിൽപ്പന ചരക്ക്, ആ നിലയിലാണ് ഇപ്പൊ BJP ഉപയോഗിക്കുന്നത്. ഇതൊന്നും അല്ലെന്നേ ഇന്ത്യ മഹാരാജ്യം നേരിടുന്ന പ്രശ്നമെന്ന് തിരിച്ചറിയാനുള്ള വിവേകം പോലും 9.25 വർഷം ഭരിച്ച ഈ പാർട്ടിക്കില്ല. മനസ്സിലായില്ലേ? ഈ പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്തുനിന്ന് ലക്ഷോപലക്ഷം ചെറുപ്പക്കാർ വിദേശത്തേക്ക് തൊഴിലില്ലാത്തവരിൽ പലായനം ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ ഉത്തരവില്ല സാർ. ശരി, എന്റെ സമയം കഴിഞ്ഞുപോയി. ഞാൻ ഇടപെടുന്നു അനിൽ ബോസ്. എന്തായാലും വൈകാരിക അതിരേഖത്തിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ വരികയും അതിൽ കോൺഗ്രസ് നേട്ടമുണ്ടാക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. മറിച്ച് BJPയുടെ ആത്മവിശ്വാസവും നമ്മൾ കണ്ടു. താങ്ക് യു അനിൽ ബോസ്. അപ്പം ശ്രീ ജയസൂര്യൻ, ശ്രീ K. ഷാജി ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിലപാടുകൾ പറഞ്ഞതിലൂടെ